അന്തിച്ചർച്ചകൾ ചർച്ചയാകുന്നു. ചേട്ടാ ചർച്ചയ്ക്ക് പങ്കെടുക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ചേട്ടൻ മൊബൈൽ ഇങ്ങനെ സൈഡിൽ വെച്ചൊരു 10 മിനിറ്റ്. ദിനപ്രാധാന്യ വിഷയങ്ങൾ കത്തിക്കയറുമ്പോൾ ചോദ്യങ്ങൾക്ക് കൊടുവാൾ മൂർച്ച. ഇതിനോട് വിയോജിപ്പുള്ള ചിലർ മറ്റൊരു നിലയിലേക്ക് ആക്രമിക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഈ വളവുകളൊക്കെ കുറച്ച് മയിലെണ്ണ ഇട്ടൊരു പിടി പിടിച്ച അങ്ങ് തീരുവെന്നാണ് ഷാബു പ്രസാദ് പറയുന്നത്. ആദ്യത്തെ ചോദ്യം ചേട്ടനോട്. 4-5 ചാനലിലൊക്കെ ചർച്ചയിൽ പങ്കെടുത്ത കാലുണ്ടായിരുന്നു. അപ്പൊ ആളുകളുടെ ധാരണ എനിക്ക് ഇതിലത്തെ ജോലിയുള്ള ആളാണ്. പൊതുജനത്തിന്റെ എക്സ്പ്രഷൻ ഞാൻ കണ്ടു. എന്തിനാടേ വെറും വാദങ്ങൾക്കുള്ള ശബ്ദമല്ലാതെ വസ്തുതകൾക്ക് ഊർജ്ജമുണർത്തുന്ന ചർച്ച. നോവിക്കരുതേ, പിന്നെ വിളിച്ചാ വരത്തില്ല. ഗോപാലന്റെ വ്യക്തി നമ്മൾ ഈ ചാനലിന്റെ സ്ക്രീനിൽ കാണുന്ന പോലെയല്ല, ഇതാ ഒരു പാവ മനുഷ്യൻ. എനിക്ക് ഒരു കാര്യം, ഇതിനെയൊന്നും വിളിച്ചിങ്ങനെ കൂട്ടാൻ പാടില്ല. ന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾ കാണുന്നത് ഗോപു നന്ദല ജിമാർ തമിഴ് ബൈ SKN, പ്രസന്റഡ് ബൈ ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ലോക ചർച്ചയ്ക്ക് കേരളത്തിന്റെ ടെലിവിഷൻ സംഭാവനയാണ് നമ്മുടെ അന്തിച്ചർച്ച. 4 പേര് ബോക്സിലുണ്ടാകും. അതിന് പുറത്ത് പുലിയെ പോലെ അവതാരകൻ, പിന്നെ ഇവർക്കൊക്കെ കണ്ണുവിടാതെ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ. മിക്കവാറും ഈ നിരീക്ഷകൻ ഒരു ഇത്തിരി രാഷ്ട്രീയം ഉണ്ടാകുകയും ചെയ്യും. അത് സന്ദർഭവശാലോ അല്ലാതെയോ മറച്ചു വയ്ക്കുകയും ചെയ്യും. പക്ഷേ ഈ അന്തിച്ചർച്ച കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നാണ് ഈ സംവാദം അന്വേഷിക്കുന്നത്. ഈ സംവാദത്തിൽ പങ്കെടുക്കുന്ന ഇവരാണ് CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും മുൻ കൃഷി വകുപ്പ് മന്ത്രിയുമായ VS സുനിൽകുമാർ, KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസ്, BJP സംസ്ഥാന വൈസ് പ്രസിഡന്റും സംസ്ഥാന വക്താവുമായ അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, DYFI സംസ്ഥാന അധ്യക്ഷൻ V വസീഫ്, KPCC വക്താവ് രാജു P നായർ, DYFI കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ ചിന്ത ജെറോം, BJP സംസ്ഥാന വക്താവും കൊല്ലം വെസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ VS ജിതിൻ ദേവ്, യൂത്ത് കോൺഗ്രസ് ദേശീയ വക്താവ് അഡ്വക്കേറ്റ് വസൻ സിറിയക്, BJP സംസ്ഥാന വക്താവ് റെജി ലൂക്കോസ്, പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറിയുമായ നജ്മ തബ്ഷീറ, മാധ്യമപ്രവർത്തകൻ ആനന്ദ് കൊച്ചുകുടി, രാഷ്ട്രീയ നിരീക്ഷകൻ ഷാബു പ്രസാദ്, ഇടതുപക്ഷ ചിന്തകനും RSP വക്താവുമായ അഡ്വക്കേറ്റ് BN ഹക്സർ, സാമൂഹ്യ നിരീക്ഷകൻ രാഹുൽ ഈശ്വർ. ഹായ് സുനിൽകുമാർ, നമ്മുടെ ഈ അടുത്തിടെ മാതൃഭൂമി ന്യൂസിലാണെന്ന് തോന്നുന്നു നമ്മുടെ സ്ക്രീനിലെ ഏറ്റുമുട്ടിയ ജ്യോതികുമാർ ചാമക്കാലയും സന്ദീപ് വാര്യരും, ഇപ്പൊ അവർ ഒരേ തൂവൽ പക്ഷികളാണല്ലോ, ഇവർ തമ്മിലിരുന്ന് ചായ കുടിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇവരൊക്കെ ഇങ്ങനെയാണോ എന്നൊക്കെ ആളുകൾ സംശയം ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളുടെയൊക്കെ അവസ്ഥ എങ്ങനെയാ? കാര്യം ചർച്ചയിൽ നിങ്ങൾ വാശിയേറിയ ഏറ്റുമുട്ടലുണ്ടാകും. അല്ല, ചർച്ചയും നമ്മൾ തമ്മിലുള്ള ബന്ധത്തിലും തമ്മിൽ യാതൊരു ബന്ധമില്ല. വ്യക്തിപരമായ പ്രശ്നമൊന്നുമില്ല. ഇല്ല. ഞാനിപ്പോ തൊട്ടടുത്തിരിക്കുന്ന ഗോപാലകൃഷ്ണൻ, ഞങ്ങൾ ചർച്ചയിൽ വളരെ ശക്തമായിട്ട് എതിർത്താലും ഞങ്ങൾ കേരള അടി തുടങ്ങിയല്ലേ? അല്ല, അന്ന് തൊട്ടുള്ള അടിയാ. പക്ഷെ സൗഹൃദത്തിന് ഇതുവരെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. അതുപോലെ ഇപ്പോ BJPയുടെ നേതാവായിട്ടുള്ള സുരേന്ദ്രൻ, ഞാനൊക്കെ ചർച്ചയിൽ പങ്കെടുക്കുന്ന സമയത്ത് സുരേന്ദ്രൻ ഉണ്ടായിരുന്നു. അപ്പൊ സുരേന്ദ്രനായിട്ടും വളരെ അടുത്ത സൗഹൃദമുണ്ട്. അതിലൊന്നും വിട്ടുവീഴ്ച ചെയ്യില്ലല്ലോ, നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ നമ്മുടെ PC വിഷ്ണു ശക്തമായി അദ്ദേഹത്തിന്റെ പാർട്ടി നിലപാട് പറയുന്ന ആളാണല്ലോ. ഞാനും ആ നിലപാട് പറയുന്ന ആളാണ്. പക്ഷെ ഞങ്ങൾ ഒരേ കാറിൽ MLA ഹോസ്റ്റലിൽ നിന്ന് ഒരുമിച്ച് ചർച്ചയ്ക്ക് പോയിട്ടുണ്ട്. അപ്പൊ മാതൃഭൂമി ചാനലിൽ പോകുമ്പോൾ ഞങ്ങൾ ഒരേ കാറിൽ ചർച്ചയ്ക്ക് പോയിട്ട് അവിടെ പോയി ഞങ്ങൾ ശക്തമായി ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞ് അതേ കാറിൽ തിരിച്ചു വന്നിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഇത് കേൾക്കുന്നവർക്ക് തോന്നും ഇതെന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് അല്ല. ഇത് വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങൾ എന്ന് പറയുന്നത് അതിനകത്ത് മാർക്കറ്റ് വാക്കിൽ പറഞ്ഞാൽ ഡീലല്ല. അതൊക്കെ ഡീലൊക്കെ ഒരു അശ്ലീല പദങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. അല്ല, ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. കാരണം ഈ നമ്മുടെ സൗഹൃദങ്ങൾക്ക് ഒരു കാരണവശാലും ഊനം തട്ടുന്ന രീതിയിലുള്ള ചർച്ചകളല്ല വേണ്ടത്. ചർച്ചകൾ നമ്മൾ നടത്തുന്നത് ജനങ്ങൾക്ക് നമ്മളെടുക്കുന്ന നിലപാടുകൾക്കുള്ള വ്യക്തത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ നമ്മൾ പറയുന്ന ആർഗ്യുമെന്റ്സ് അതിനകത്ത് സത്യസന്ധത ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് ചിലപ്പോൾ നമ്മുടെ എതിരാളിക്ക് വിഷമമുണ്ടാക്കുന്നതാണോ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. പക്ഷെ അതേസമയം എതിരാളി ഇരിക്കുന്ന രാഷ്ട്രീയ നേതാവിനെ വ്യക്തിപരമായിട്ട് ഹർട്ട് ചെയ്യാതിരിക്കാൻ നിയമസഭയ്ക്കകത്താണെങ്കിൽ പോലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാൻ ഇപ്പൊ നിയമസഭയ്ക്കകത്ത് എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഉമ്മൻചാണ്ടിക്കെതിരായിട്ടൊരു അടിയന്തര പ്രമേയം അവതരിപ്പിച്ചപ്പോൾ ഞാനൊരു വാക്ക് അദ്ദേഹത്തിനെതിരായിട്ട് ഉപയോഗിച്ചു.
അപ്പൊ എൻ്റെ അടുത്ത് ഇന്നത്തെ മുഖ്യമന്ത്രി സതീശൻ ഒരു കുറിപ്പ് എഴുതി തന്നു. സുനിൽ ആ വാക്ക് പറഞ്ഞത് വളരെ മോശമായി, അടിയന്തര പ്രമേയത്തിന്റെ അവതരണം നന്നായി, പക്ഷെ അത് എനിക്ക് തോന്നിയത് തെറ്റായി പോയെന്ന്. ഞാൻ അപ്പം തന്നെ ഒരു കടലാസിൽ ഉമ്മൻചാണ്ടി സാറിനൊരു മാപ്പ് എഴുതി, ഒരു കുറിപ്പ് എഴുതി കൊടുത്തിട്ട് ഞാൻ അദ്ദേഹത്തെ പിന്നീട് പോയി കണ്ട് തെറ്റ് പറഞ്ഞു. അതൊരു മര്യാദയുടെ പ്രശ്നമാണ്. കാരണം നമ്മളൊരാളാണെങ്കിലും എത്ര നമുക്ക് രാഷ്ട്രീയ എതിർപ്പുള്ള ആളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായി അദ്ദേഹത്തെ ആക്ഷേപിക്കുന്ന രീതിയിലേക്ക് പോകാതിരിക്കണം എന്നുള്ളതും, അതേ സമയത്ത് അത്തരം നമ്മുടെ എതിർ രാഷ്ട്രീയ പാർട്ടികളായിട്ടുള്ള ആൾക്കാരായിട്ട് പോലും നമുക്കൊരു സൗഹൃദാന്തരീക്ഷം ചെയ്യുക എന്നുള്ളതൊരു നല്ല കാര്യമാണ്. ഇത് കേൾക്കുന്ന ആളുകൾ വിചാരിക്കും ഇതൊക്കെ ഇവർ വന്നിരുന്നൊരു നാടകമല്ല കളിക്കുന്നത്. രാഷ്ട്രീയം എന്ന് പറയുന്നത് സത്യസന്ധമായിട്ടുള്ള ഒരു സാമൂഹ്യ പ്രവർത്തനമാണ്. അവിടെ നമുക്ക് ഒരു ജനാധിപത്യ വേദിയിൽ എതിർ രാഷ്ട്രീയ പാർട്ടികളുടെയും എതിരാളികളുടെയും ശബ്ദവും കേൾക്കുക എന്ന് പറയുന്നത് ഒരു ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണ്. അപ്പൊ അവരും ഇപ്പൊ കരുണാകരനും നായനാരും തമ്മിൽ വളരെ സൗഹൃദം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിപ്പോ നമ്മള് പഴയ ഏഷ്യാനെറ്റിന്റെ ഇതൊക്കെ ക്ലിപ്പിംഗ്സ് ഒക്കെ വരുന്നുണ്ട്. ഇവിടെ നിന്നിപ്പോ പിന്നെ പിണറായി വിജയനും രമേശ് ചെന്നിത്തലയും ഒന്നിച്ച് ജയലളിതയുടെ ഡെഡ് ബോഡി കാണാൻ വേണ്ടി ഒരുമിച്ച് ചെന്നിറങ്ങിയല്ലോ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത്. അപ്പൊ അന്ന് വലിയ വാർത്തയായിരുന്നു തമിഴ്നാട്ടില്, കാരണം അവർക്കത് ശീലമില്ലാത്ത കാര്യമാണ്. പക്ഷെ മലയാളിക്ക് ഈ ശീലം അങ്ങനെയല്ല. അപ്പൊ അത് നമ്മൾ ഇപ്പോഴും പുലർത്തി പോരണം എന്ന് വിചാരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം ആയതുകൊണ്ടാണ് ഞാൻ വരാം. അതുപോലെ പൊതുവെ ഈ ചർച്ചയിൽ ഒരുപാട് ബഹളമാകുന്നു എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. വാസ്തവത്തില് ഈ ബഹളം ഉണ്ടാക്കിപ്പിക്കുന്ന അവതാരകന്മാരെ അന്നല്ലേ, കാരണം അവർക്ക് റേറ്റിംഗ് കൂടുതൽ കിട്ടാൻ വേണ്ടി അല്ലേ, ബോധപൂർവ. അപ്പൊ അതിനകത്ത് പാവങ്ങൾ ഞങ്ങൾ അല്ല ഈ അവതാരക രഹസ്യമായിട്ട് പറയൊന്ന് കത്തിച്ചേക്കണം. അല്ല, അവരുടെ ഉള്ളിലുള്ള ഒരു താല്പര്യമാണ്. അതുകൊണ്ടെന്ന് വെച്ചാൽ പ്രകോപിപ്പിക്കും. അപ്പം ഈ പ്രകോപനത്തിൽ പെടും, മനുഷ്യനല്ലേ. അപ്പം പ്രകോപനം വരുന്ന സമയത്ത് പ്രകോപനത്തിൽ പെടുമ്പോ സ്വാഭാവികമായിട്ടും അപ്പുറത്തിരിക്കുന്ന ആളെയും ഇപ്പുറത്തിരിക്കുന്ന ആളെയും ഒക്കെ അങ്ങടെയും കൂടെ ഒക്കെ പറയും. അങ്ങനെ പ്രകോപനം വന്നിട്ട് നമ്മൾ ആക്രമിച്ച് കയറിയിട്ട് ഒരു ശത്രു നിലംപരിശായി പിന്നീട് ആലോചിച്ചത് വേണ്ടായിരുന്നു, പിന്നീട് വിളിച്ച് സംസാരിച്ച കേസ് ഉണ്ടായിട്ടുണ്ടോ? ഞാൻ അങ്ങനെ കയറി അലമ്പണ്ടാക്കാറില്ല. ഇപ്പോ നമ്മുടെ സുനിൽകുമാർ ഞാൻ ചില ക്ലിപ്പിംഗ്സ് ഒക്കെ ഇട്ട് കൊടുക്കുകയാണ്. അല്ല, അങ്ങനെ നോക്കിയാല് ഈ ഇരിക്കുന്നവരിൽ ആരും അങ്ങനെ സൗമ്യരായിട്ടിരിക്കുന്ന ആളല്ല. അല്ല, ഞാനും സുനിൽകുമാറും തമ്മില് വളരെ ശക്തമായി എതിർത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എതിർപ്പുകൾ നമ്മുടെ വാദങ്ങൾ നമ്മൾ ഉന്നയിക്കുമ്പോൾ ചില ആളുകൾ സൗമ്യമായി ഉന്നയിക്കും. അപ്പൊ ഇതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണ്. അപ്പൊ ആരും പക്ഷേ ഒരു കാരണവശാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കഴിഞ്ഞാൽ, ഡിബേറ്റ് കഴിഞ്ഞാൽ വളരെ സൗഹൃദപരമായ സമീപനമാണ്. ഇനി ഇതൊന്നും അല്ലാത്ത വേറൊരു വിഷയമുണ്ട്. നമ്മളിതൊന്നും പറയാണ്ടിരുന്നോന്ന് വിചാരിക്കുക, ഈ ചർച്ച കഴിഞ്ഞ വെളിയിലേക്ക് ചെല്ലുമ്പോൾ വേറെ വരും ഫോൺ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. താൻ എന്തോ നോക്കിട്ടാ നിങ്ങളത് പറയണ്ടേ, ഇത് പറയണ്ടേ, ഇതൊക്കെ എല്ലാവർക്കും ഉണ്ട്. എല്ലാവരുടെ അനുഭവമാണ്. നമ്മളങ്ങനെ മിണ്ടാതിരിക്കാൻ പാടില്ല. അല്ല സുല്ലേ, ഒരിക്കൽ എന്നെ വീട്ടിലാക്കി കളഞ്ഞു. ഞാനൊരു എൻകൗണ്ടർ ചർച്ച നിൽക്കുമായിരുന്നു. ഗോപാലകൃഷ്ണൻ എന്തോ പരിപാടി പറഞ്ഞു, ആൾക്കാർ കൊള്ളത്തക്കോലെ എന്താ പറഞ്ഞിട്ട് പറയാ, ഇതെല്ലാം എന്നെ പഠിപ്പിച്ചത് ഈ സാറാന്ന്. ഞാൻ ശരിക്കും വീട്ടിലെ പിന്നെ ഞാൻ പറഞ്ഞു, ഗോപാലകൃഷ്ണൻ ഞാൻ ഇത് പഠിപ്പിച്ചിട്ടില്ല. പഠിപ്പിച്ചിട്ടുണ്ടോ ഭാഷ ശരിക്കും? പിന്നെ ഗോപാലകൃഷ്ണൻ പറഞ്ഞ അത് ഞാൻ പഠിപ്പിച്ചല്ല. ഒരു ചർച്ചയ്ക്ക് വിളിച്ചാൽ ഒരു മുന്നൊരുക്കം എന്തോ നടത്തുന്നത് സാധാരണ. അതാണൊരു ചെറിയ പ്രയാസം. എന്തെങ്കിലും പരിപാടികൾക്കിടയിലായിരിക്കുമല്ലോ പോകുന്ന ഈ വൈകുന്നേരം ചർച്ച, അതിനുവേണ്ടി തയ്യാറായി നിൽക്കാറില്ല. പിന്നെ ഒരു പരമാവധി ഒരു അരമണിക്കൂർ ഒക്കെ. പിന്നെ നമ്മൾ അത്യാവശ്യം എല്ലാ ദിവസത്തെയും കാര്യം അങ്ങോട്ട് പറഞ്ഞുതരാം. ഈ അവതാരകർ 5 മണിക്കൂറൊക്കെയാ പഠിക്കുന്നത് അതിലെ. എന്നിട്ടും അവർക്ക് പല കാര്യങ്ങളും അത്ര ഗ്രാഹ്യം പോരാന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. അവര് ഓർക്കാത്ത ചില സാധനങ്ങൾ നിങ്ങൾ അടിക്കുമ്പോ അത് അവര് നോക്കി കാണത്തില്ല. അതിനകത്ത് പറഞ്ഞ അബദ്ധത്തിൽ ചാടണ്ടെന്ന് വിചാരിച്ച് നമ്മള് പെട്ടെന്ന് ബ്രേക്ക് എടുത്തു പോകും. അല്ല, നമ്മൾ 5 മണിക്കൂർ എന്നുള്ള നിലക്കല്ലേ, നമ്മൾ 24 അവറും ഇതിൽ വിജിലന്റ് ആയി നിൽക്കല്ലേ. രാഷ്ട്രീയത്തിൽ ഈ നടക്കുന്ന ആനുകാലിക സംഭവങ്ങളിലൊക്കെ ശ്രദ്ധാപൂർവം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരല്ലേ. അങ്ങനെ അതിലാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്, അല്ലാതെ മറ്റൊരു മേഖലയിലല്ലല്ലോ നമ്മൾ ഇടപെടുന്നത്. അങ്ങനെ ഒരു മേഖലയാണെങ്കിൽ പഠിക്കേണ്ടതാണെങ്കിൽ ഇരുന്ന് നമ്മുടെ പാർട്ടി ഇല്ലാത്ത ഒരു നിരീക്ഷകൻ വരെ പോയിട്ട്
ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക്. അങ്ങനെ ശത്രുക്കൾ ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരം പ്രവൃത്തികളിലേക്ക് പോകുന്നത്. അങ്ങ് കോടതിയിലേക്ക് പോകുന്ന ആളായിട്ട് കുറച്ച് എളുപ്പമായിരിക്കും ഈ പരിപാടി. എന്നാലും ഞാൻ ചോദിക്കുക, ഇപ്പം ഈ പ്രസ്ഥാനമൊന്നും മാറിയില്ല? ഇല്ല, ഞാൻ ഇപ്പോഴും ഇടതുപക്ഷക്കാരനാണ്. RSPയിലല്ലേ നിൽക്കുന്നത്? അതെ, RSPയിലാണ്. RSPയുടെ ഔദ്യോഗിക വക്താവ് കൂടിയാണ്. RSPയുടെ പ്രവർത്തകനായിട്ട് തുടരുന്നു. ചർച്ചയില് എതിരാളിയെ നിലംപരിശാക്കുമ്പം എതിരാളിക്ക് കല്യാണത്തിന് പോലും പോകാൻ പറ്റത്തില്ല. കാര്യം എന്താണെന്നറിയോ? ഈയിടെ ഞാനൊരു കല്യാണ സ്ഥലത്ത് കണ്ടതാണ്. ഒരു നമ്മുടെ അല്ല, ഏഷ്യാനെറ്റ് ന്യൂസിലെ ഒരു ചർച്ചയ്ക്ക് പോയ ഒരാള് അവിടെ ഇങ്ങനെ വാചകമൊക്കെ അടിച്ച് വളരെ ഇതായിട്ട് നിൽക്കുമ്പോൾ ഒരാൾ തോളിലടിച്ചിട്ട് ഇന്നലെ കണ്ട് പിടിച്ച് ഒട്ടിച്ചല്ലോ മറ്റേ ആള്. കല്യാണത്തിന് പോലും സമാധാനം കൊടുക്കത്തില്ല. അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഇറങ്ങി സാമൂഹിക ജീവിതം അപകടത്തിലാവോ ഇത് ചർച്ചയിലൊക്കെ വന്നു കഴിഞ്ഞാൽ? ഇല്ല, ഇറങ്ങി നടക്കാൻ പറ്റാത്ത അതല്ലേ ഇത്തരം ചർച്ചകളുടെ ഒരു വലിയ ഗുണം എന്ന് പറയുന്നത്, പൊതുസമൂഹം അംഗീകരിക്കുന്നു, തിരിച്ചറിയപ്പെടുന്നു എന്നുള്ളൊരു വലിയ ഗുണം ഇക്കാര്യത്തിലുണ്ട്. എവിടെ പോയാലും തിരിച്ചറിയപ്പെടും. കാര്യം അങ്ങ് ഒരുപക്ഷെ അങ്ങേക്ക് ഇതിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട്, കാര്യം ഞാനൊക്കെ കോളേജ് വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് ARലൂടെയാണ് ഞാൻ ഒരുപക്ഷെ ഇത്തരം വേദികളിലേക്ക് വരുന്നത്. അല്ല, മാത്രം ഇതിലൂടെ നടന്ന് ഇപ്പം MLA ആയിട്ട് ഇപ്പൊ അവരെ കിട്ടുന്നില്ല ചർച്ചയിൽ. അങ്ങനെ സ്ഥിതിവിശേഷം വന്നിട്ടുണ്ട്. ഈ ചർച്ചകളിൽ അതാ ദീപ്തി മേരി വർഗീസാ ചെയ്യുന്നത്. ചില ആൾക്കാർ ചർച്ചയിലൂടെ വന്ന MLA ആയിട്ട് ഇപ്പൊ MLA വരെ തിരിച്ച് ഇങ്ങോട്ട് കിട്ടുന്നില്ല. അങ്ങോട്ടൊരു പരാതി അത്. ഈ ചർച്ചകളിൽ പങ്കെടുത്ത ഗോപാലകൃഷ്ണ നല്ല ഗസ്റ്റിനെ തരണമെന്ന് ഞാൻ ഈയിടയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ. റെഡി? അല്ല, നമ്മുടെ ഈ ചർച്ചകളിൽ നിന്ന് പങ്കെടുത്ത ധാരാളം പേർ ഇപ്പോ നിയമസഭയിലുണ്ട്. അത് ഇതിന്റെ ഒരു വലിയ ബെനിഫിറ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. എപ്പോഴും ഇത്തരം രാഷ്ട്രീയ ചർച്ചകൾ ഒരു രാഷ്ട്രീയ പ്രവർത്തനം കൂടിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം ആ മണിക്കൂറുകൾ ഒരുപക്ഷെ രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം എത്ര പൊതുയോഗങ്ങളിൽ പ്രസംഗം, ഒരുപക്ഷെ ഒരു 100 പൊതുയോഗങ്ങൾ സംസാരിക്കുന്നതിനേക്കാൾ വലിയ എഫക്റ്റീവാണ്. മീറ്റിംഗിന് പോകുന്നവരോട് പറഞ്ഞാൽ മതി, നിശ്ചയമായി. പക്ഷേ വിവരക്കേട് പറഞ്ഞാൽ അത് 1 കോടിയിലെത്തും. ധാരാളം ട്രോളുകളും വരും. ട്രോളുകൾ നല്ലതാ. കാര്യം രാജ്മോഹൻ ഉണ്ണിത്താനൊക്കെ എനിക്ക് തോന്നുന്നത് അറിയാമോ, നമ്മൾ ഈ സംസാരം കൊണ്ട് നമ്മുടെ ഈ ചെറിയ ബോക്സിൽ നിന്ന് പുറത്തിയാടും മുടി, അപ്പൊ ഈ ട്രോളാവും. അങ്ങനെയൊക്കെ ഇപ്പൊ അതേ എവിടെ നിൽക്കുന്നു. അതെ. അല്ല, ഇത്തരം ചർച്ചകളിലൂടെ വന്നിട്ടുള്ള ധാരാളം ആളുകൾ ഇന്ന് കേരള രാഷ്ട്രീയത്തിലും ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ വല്ലാതെ സംഭാവന ചെയ്യുന്ന ആളുകളുണ്ട്. അത് ഒരു യഥാർത്ഥത്തിൽ ഇത്തരം ചർച്ചകളുടെ ഒരു വലിയ ബെനിഫിറ്റ് ആയിട്ടാണ്. എനിക്ക് ആ നല്ല ഗസ്റ്റിനെ തരാത്ത ആളോട് തന്നെ ചോദിക്കാം, എത്ര കൊല്ലമായി ഇപ്പൊ ചർച്ചയിൽ പങ്കെടുക്കാൻ തുടങ്ങിയിട്ട്? എനിക്ക് തോന്നുന്നു ഒരു 2010 2011 സമയത്തൊക്കെ പങ്കെടുത്ത് തുടങ്ങിയിരുന്നു. എങ്ങനെയായിരുന്നു രംഗപ്രവേശം? കാര്യം ഇതൊരു വലിയൊരു പ്രവർത്തനമാണല്ലോ. അല്ല, ഞാനന്ന് യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് ആദ്യമായി ഈ ചർച്ച. അതിനു മുമ്പ് ചർച്ചയിൽ പങ്കെടുത്തിട്ടില്ലേ? സാധാരണ ദേശീയ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ് ഈ പറയുന്ന പോലെ വരുന്നത്. ഇന്ത്യ വിഷൻ ഈ പറയുന്ന കുറെ ചാനലുകളൊക്കെ വരുന്നത്. പിന്നീട് വേറെ കൂടുതൽ ചാനലുകൾ വന്നല്ലോ. അന്ന് വളരെ 2-3 ചാനലുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ന്യൂസ് ചാനൽ എന്ന് പറയാൻ. അന്നാണ് ആദ്യമായി ചാനൽ ചർച്ചകളിലേക്കൊക്കെ വന്നത്. അന്ന് വളരെ ചുരുക്കം ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ, ഇതുപോലുള്ള സിസ്റ്റം ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് ഒത്തിരി പുതിയ ആളുകൾ വന്നു. അതിപ്പം ഞങ്ങളുടെ പാർട്ടിയിലും വന്നു, മറ്റുള്ള പാർട്ടികളിലും ഒക്കെ വന്നു. പിന്നെ എനിക്ക് ശരിക്കും പറഞ്ഞ ഒരു ഗ്യാപ്പായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോ എന്റെ ഉത്തരവാദിത്വം ചാനൽ ചർച്ചയിൽ പോകുക മാത്രമല്ല, KPCCയുടെ മാധ്യമ വിഭാഗം ചുമതല കൂടിയാണ്. അല്ല, അപ്പൊ അവർക്ക് ചർച്ചയിൽ നിന്ന് കോപ്പി അടിക്കാനുള്ള അതിന് കോപ്പിയടി എന്നല്ല പറയുന്നത്. അല്ല, അത് യഥാർത്ഥത്തിൽ പാർട്ടിയുടെ ലൈനാണ്, പാർട്ടിയുടെ നെറേറ്റീവ്. അല്ല, ലൈവായിട്ട് പോകുന്ന ഒരു ചർച്ചയില് അടിക്കൊണ്ട് സാധനം എഴുതി കൊടുക്കുക എന്ന് പറഞ്ഞല്ലേ, അല്ല, അത് കോപ്പിയടി അല്ല. അത് നമ്മൾ അവരെ സഹായിക്കലാണത്. അതൊരു മോശം കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നമ്മൾ എന്തിനാ ഈ ചർച്ചയ്ക്ക് നമ്മുടെ പാർട്ടിയിൽ നിന്ന് ഒരാൾ പോകുന്നു, കോൺഗ്രസിൽ നിന്ന് ഒരാൾ പോകുന്നു, CPM നിന്ന് ഒരാൾ പോകുന്നു. നമ്മളുടെ വക്താവ് ഏറ്റവും നന്നായി പെർഫോം ചെയ്യുക എന്നുള്ളതാണ് പാർട്ടിയുടെ അല്ലെങ്കിൽ ഞങ്ങളുടെ. അതോടൊപ്പം മറ്റേ എതിരാളി അടിച്ച് തകർക്കണമെന്നുണ്ടോ? അല്ല, ഞങ്ങൾ നന്നായി പെർഫോം ചെയ്യുമ്പോൾ എതിരാളി സ്വാഭാവികമായിട്ടും തകരണമല്ലോ. അപ്പൊ അതൊരു ആ ഒരു സമയത്ത് മാത്രമുള്ള, ആ ചർച്ചയുടെ ആ സമയത്ത് മാത്രമുള്ള ഒരു പ്രതിഭാസമാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് അതുണ്ടാവില്ല. എല്ലാവരും സുഹൃത്തുക്കളും പരസ്പരം സംസാരിക്കുന്നവരും ഒക്കെയാണ്. ഈ സ്ത്രീകളെ സംബന്ധിച്ചൊരു കാര്യമുണ്ട്. സ്ത്രീകൾ ഇപ്പോൾ ഈ മേഖലയിൽ സത്യം പറഞ്ഞാൽ താല്പര്യമില്ല. ഇപ്പൊ നിങ്ങളുടെ പിന്നെ ഹാഷ്മിയോടൊക്കെ ചോദിച്ചു നോക്കണം. ചില വിഷയങ്ങളിൽ മാത്രമേ സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ളൂ. അപ്പൊ അല്ല, ഹാഷ്മി മാത്രമല്ല കേട്ടോ, അത് പൊതുവേ ഉള്ളൊരു ട്രെൻഡാണ്. എല്ലാ ചാനലുകളിലും
പൊതുവിഷയങ്ങൾ, പൊതു രാഷ്ട്രീയ വിഷയങ്ങളിൽ സ്ത്രീകൾ വരുന്നതിനോട് വലിയ താല്പര്യമില്ല. അവർ ചോദിക്കുന്ന ഒരു പുലിയെ തരണം എന്നാ പറയുന്നത്. പുലി സ്ത്രീലിംഗമാണോ പുല്ലിംഗാണോ എന്ന് അറിയത്തില്ല. പെൺപുലിയാണോ ആൺപുലിയാണോ എന്ന് പുലിയെ എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് ഒരു ആൺപുലിയെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മളൊരു വനിതയുടെ പേര് പറയുകയാണെങ്കിൽ അത് പതുക്കെ അതെല്ലാം മറ്റേ ആളുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഏതെങ്കിലും ചർച്ചയ്ക്ക് പോയിട്ട് കൊമ്പന്മാരെ വീഴ്ത്തിയിട്ടുണ്ടോ? എല്ലാ കൊമ്പന്മാരും എല്ലാം കൊമ്പന്മാരായിരിക്കുമല്ലോ കൂടുതൽ. ഒന്ന് ആലോചിച്ച് നോക്കിയ സ്ത്രീകൾ മാത്രമുള്ള ഒരു ചർച്ച കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ചെയ്തിട്ടുണ്ട്. അല്ല പ്രത്യേകതരം അല്ല, നമ്മുടെ വൈകുന്നേരത്തെ ചർച്ചകളിൽ സ്ത്രീകൾ മാത്രം നിരന്നിരിക്കുന്ന ചർച്ച വേണമെങ്കിൽ വല്ല സ്ത്രീ പീഡനമായിരിക്കണം. അല്ലാതെ ഒരു പൊതു രാഷ്ട്രീയ വിഷയത്തിൽ CPM നിന്നും BJP നിന്നും കോൺഗ്രസ് നിന്നും 3 സ്ത്രീകൾ ഒരു പൊതു വിഷയത്തിൽ വന്നിരുന്ന് ചർച്ച ചെയ്യുന്ന എപ്പോഴേലും കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാൻ ധൈര്യം ഉണ്ടോന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ. എനിക്ക് ധൈര്യമുണ്ട്. എന്റെ ടോക്ക് ഷോയില് സ്ത്രീകളും ഒറ്റ പുരുഷനും, അത് ഞാനാ. ഇപ്പൊ ഏറ്റവും അപകടകരമായ വിഷയത്തില് ഇവിടെ ഇരിക്കുന്ന ഒരാളിനെ സ്ത്രീകൾ നന്നായിട്ട് കൈകാര്യം ചെയ്തു. പക്ഷെ ഇവിടെ പിടിച്ചു നിന്നു രാഹുൽ ഈശ്വർ. അല്ലേ രാഹുലേ? അതിനെന്ന് പറയാം അല്ലേ? കാര്യം പുരുഷന്മാർക്ക് വേണ്ടി മാത്രമേ ഇദ്ദേഹം നിലകൊള്ളൂ. അതിനെ സ്ത്രീകൾ പല്ലും നഖവും ഉപയോഗിച്ച് ചേർത്തിട്ടുണ്ട്. അല്ലേ? അല്ലേ? അതിശക്തമായിട്ട് ബാധിച്ചിട്ടില്ലേ അവര്? ഈ ലോക ചരിത്രത്തിലെ ആദ്യ റെക്കോർഡഡ് സംവാദം സുമേറിയയിലാണ്. അത് മൃഗങ്ങളാണോ ധാന്യമാണോ പ്രധാനം എന്നുള്ളതാണ്. ഇത് റെക്കോർഡഡ് ആണ്. ഓൾമോസ്റ്റ് ഒരു 4000 years ബാക്ക് അവരുടെ കളിമൺ, പിന്നീട് ഗ്രീക്കില്, ഇന്ത്യയിൽ. അപ്പം ഈ സംവാദങ്ങളിലൂടെയാണ് ജനാധിപത്യം സമ്പുഷ്ടമാകുന്നത്. നേരത്തെ ചോദിക്കുന്നുണ്ടായിരുന്നു സംവാദങ്ങളുടെ ഗുണം. ഏറ്റവും വലിയ ഗുണം പബ്ലിക് പാർട്ടിസിപ്പേഷൻ ഉണ്ട്. നമ്മൾ എവിടെയെങ്കിലും പോയാൽ നിങ്ങൾ ആ പോയിന്റ് പറഞ്ഞില്ല, ഈ പോയിന്റ് പറഞ്ഞില്ല, അങ്ങനെ പറയുമ്പോൾ ജനാധിപത്യത്തെ കുറെ കൂടെ സമ്പുഷ്ടമാക്കുന്നത് ആൾക്കാരുടെ ഇൻവോൾവ്മെന്റ് ആണ്. ഇല്ലെങ്കിൽ എങ്ങനെയാണ് ആൾക്കാർക്ക് ഇൻവോൾവ് ചെയ്യുന്നത്? നമ്മളാരും നിയമസഭയുടെ ചർച്ചകളൊന്നും ഇങ്ങനെ കേൾക്കാറില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ന്യൂസ് ചാനൽ ഡിസ്കഷൻസിലൂടെയാണ് ഡെമോക്രസി ത്രൈവ് ചെയ്യുന്നത്. അത് പലപ്പോഴും പക്ഷെ നമ്മൾ ആ ചാനൽ സംവാദങ്ങൾക്ക് ആ വില കൊടുക്കാറില്ല. ചിലപ്പം ബഹളമൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഇതിലൂടെയാണ് ഞാൻ നാഷണൽ മീഡിയയിൽ ചർച്ചയ്ക്ക് ഇരിക്കുമ്പോഴും അവിടെയും പബ്ലിക് പാർട്ടിസിപ്പേഷൻ വരുന്ന മുഴുവൻ ഇങ്ങനെയാണ്. വേറെ എങ്ങനെയാണ് വരുന്നത്? നമ്മളൊരു പോളിസി മേക്കിങ്ങിന്റെ ഭാഗമാവുന്നുണ്ടോ? നിയമസഭയിലെ ചർച്ചകൾ കേൾക്കുന്നുണ്ടോ? അപ്പോൾ യഥാർത്ഥത്തിൽ സംവാദങ്ങൾ ചെയ്യുന്ന വലിയൊരു സ്ഥാനത്തെ വേണ്ട രീതിയിൽ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. ചിന്താ ജെറോം, ദീപ്തി പറഞ്ഞത് എന്നോട് ഞാൻ വിയോജിക്കുന്നു. താങ്കൾ യോജിക്കുന്നു, വിയോജിക്കുന്നു? ഒരു പൊതു വിഷയത്തിൽ സ്ത്രീകളെ അണിനിരത്താറില്ല. മുഴുവൻ പാനലിസ്റ്റുകളുമായി സ്ത്രീകൾ വന്നിട്ടുള്ള ചർച്ചകൾ അപൂർവമാണ് പൊതുവിഷയങ്ങളിൽ. എന്താ പ്രശ്നം? എന്താ അത്? അങ്ങനെ ഒരു പുരുഷന്മാർക്ക് പേടിയാണോ അത്? അതുകൊണ്ടല്ല, നമ്മുടെ ഒരു പൊതുബോധം ഉണ്ടല്ലോ, പൊതുവെ ഒരു പുരുഷ മേധാവിത്വ മനോഭാവം ഉണ്ടല്ലോ. അപ്പം ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു നജ്മയും അതിനോട് യോജിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണോ നജ്മ? അല്ല, തീർച്ചയായും അതെ. സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയം ഉണ്ടാകുമ്പോൾ മാത്രമാണ് അതൊരു വാർത്താ പ്രാധാന്യം ഉള്ളത് കൊണ്ട് മാത്രമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോഴാണ് മുഴുവൻ സ്ത്രീകളെ വെച്ചിട്ടൊരു ഒരു പരിപാടി ഉണ്ടാവുക. അല്ലെങ്കിൽ ഒരു പൊതുവിഷയത്തിൽ മുഴുവൻ ആണുങ്ങൾ വരുമ്പോൾ നമുക്ക് അസ്വാഭാവികതയൊന്നുമില്ല. മുഴുവൻ പെണ്ണുങ്ങൾ വരുമ്പോൾ ഒരു അസ്വാഭാവികത ഉണ്ട്. അതിലൊരു വാർത്താ പ്രാധാന്യം ഉണ്ട്. അതെന്തോ ഭയങ്കര സംഭവം എന്ന് തോന്നലും ഉണ്ട്. ഇത് നമ്മുടെ അക്കാദമിക് സൈഡ് അതിന്റെ ഭാഗമായിട്ട് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ല, അതൊരു പ്രത്യേകതയായിട്ടൊന്നും പൊതുപ്രവർത്തനത്തിനകത്തില്ല. ജനങ്ങളുമായിട്ടുള്ള ബന്ധവും ജനങ്ങളുമായിട്ടുണ്ടാകുന്ന അടുപ്പവുമാണല്ലോ പൊതുപ്രവർത്തനത്തിലെ ഡോക്ടറേറ്റ്. എതിർപ്പുകൾ കൂടിയിട്ടുണ്ട്. അത് അവരൊന്നും ശത്രുക്കളല്ല. പക്ഷെ അവർക്ക് രാഷ്ട്രീയമായ വിയോജിപ്പ് ഉണ്ടാകാറുണ്ട് ചിലപ്പോഴൊക്കെ. പിന്നെ ഞങ്ങൾ പലരും മേളിൽ വെച്ച് കാണുന്നവരാണ്, എയറിൽ വെച്ച് കാണുന്നവരാണ്. എയറിലല്ലേ? അങ്ങയുടെ പേര് രാജു പി നായർ ആയതുകൊണ്ട് എൻ്റെ അടുത്ത് ഈ ടെലിവിഷനിൽ വന്ന് നമ്മൾ കുറച്ച് സജീവമായി കഴിഞ്ഞപ്പം ആൾക്കാർ ചോദിക്കുന്നത്, താൻ ഈ വാല് വെട്ടി കളയാറായില്ലേ? നായർ തമ്മി നടക്കുന്നത് എന്ന് പറഞ്ഞു. ഞാൻ വെട്ടി SKN ആയി. വല്ല ഐഡിയ ഉണ്ടോ? വഴിക്കണം പോകാൻ? ഇല്ല, നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താ വെച്ചാൽ അപ്പോഴത്തേക്ക് ഒരു പേര് എസ്റ്റാബ്ലിഷ്ഡ് ആയി പോയി. ഇപ്പൊ ഒരു സുഖമാണ്. അല്ല, ഇത് വെട്ടിയ വേറെ രീതിയിൽ സ്കോപ്പ് വരും. അല്ല, അത് ഒത്തിരി ആ സ്കോപ്പ് അല്ല, ആ സ്കോപ്പിലേക്ക് പോകുന്നില്ല. കാരണം വെച്ചാല് ഇപ്പൊ ഇത് വെച്ച് ഈ RSSനെ പറയുമ്പോ അത് നന്നായിട്ട് അവരെ കൊള്ളുന്നുണ്ട്. അപ്പൊ അത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. അല്ല, ഞാൻ പറഞ്ഞു തന്നത് ഈ രാത്രിയിലത്തെ കോൾസ് ഇതേപോലത്തെ ഭയങ്കര വലിയ ഡിബേറ്റ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ രാത്രി 3 മണി 4 മണിക്ക് 2 മണിക്കൊക്കെ ഇങ്ങനെ കോൾസ് വരും. ഭയങ്കരമാണ്. ഇപ്പൊ എന്റെ ഒരു രീതി ഇപ്പൊ എന്ന് വെച്ചാൽ ഞാൻ കണ്ടുപിടിച്ചേക്കുന്നതാണെന്ന് വെച്ചാൽ ഇവരെ കട്ട് ചെയ്ത് ഞാൻ വീണ്ടും വിളിച്ചോണ്ടിരിക്കും. ഞാനിത് ഓൺ ചെയ്തിട്ട് മാറ്റി വെക്കും. ഇവരിങ്ങനെ കിടന്ന് കുറെ കാലം പറഞ്ഞുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഒത്തിരി സമയം ബിസി ആയിരിക്കില്ലേ? കുഴപ്പമില്ല. ഫോൺ രാത്രി നമുക്ക് എന്താ പ്രശ്നം? രാത്രി നമുക്ക് എന്താ പ്രശ്നം? നമ്മള് നമ്മുടെ വഴി നോക്കിക്കോളാം. അതേ തന്നെ ചിലരുണ്ട് ഈ കൺഗ്രാലേറ്റ് ചെയ്യാൻ വേണ്ടി വിളിക്കും. ചിലര് പുറത്തുനിന്നൊക്കെ ആയിരിക്കും. അവര് നമ്മുടെ സമയം എപ്പോഴാന്ന് നോക്കൂലേ? അപ്പൊ രാത്രി 2 മണിക്കും 3 മണിക്കും എഴുന്നേറ്റിട്ട് കൺഗ്രാലേറ്റ് ചെയ്യും. അവരുടെ സമയമാണ് അവർക്ക് നിങ്ങളുടെ സമയത്ത് അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഭാഗമാണ്. ഇതിൽ എനിക്ക് തോന്നുന്ന ഈ സമീപകാലത്തായിട്ട് നിങ്ങൾ വളരെ ഡിമാൻഡ് ഉള്ള ഒരു ചർച്ച സ്റ്റാറാ. അതിനെന്തെങ്കിലും രഹസ്യമുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ചിലപ്പോ ഇവിടത്തെ ആൾക്കാർ എനിക്കൊന്ന് ദീപ്തിയുടെ മഹാമനസ്കത പോലാണോ? അല്ലല്ല, ഈ എന്താ പറയാ ഓപ്പർച്യൂണിറ്റീസ് കൂടുതലും
എംപ്ലോയീസ് കുറവാകുമ്പോഴുള്ള പ്രശ്നമായിരിക്കും. അയ്യോ ആളുകളുണ്ട് കേട്ടോ, ആളുകളുണ്ട്, താരമൂല്യമുള്ള ആളുകൾ ഇപ്പൊ ഉണ്ട്. അങ്ങനെയൊന്നുമില്ല, ചിലപ്പോ ചർച്ചകളിൽ ചിലപ്പോ അതനുസരിച്ച് ചില ഒരു വിഷയത്തിൽ അത് വേണമെന്ന് അവർക്ക് തോന്നിക്കാൻ ചിലപ്പോൾ പറയുമായിരിക്കും. അങ്ങയുടെ ഒരു രഹസ്യം കൂടെ ഞാൻ പറയാം, ബാക്കിയുള്ളവർക്ക് അതൊരു സുഖമായിക്കോട്ടെ. അതായത് ഈ വിളിക്കുന്ന കോർഡിനേറ്റർ മകാമനസ്കതയായത്. ഞങ്ങളിടയ്ക്ക് പറയാറുണ്ട്, ചിലപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ വിളിച്ചിട്ട് ഞാൻ ആദ്യം ചർച്ചകളിലൊക്കെ കയറിയുന്ന സമയത്ത് നിങ്ങളുടെ തന്നെ ഒരു അവതാരകനാണ് വിളിച്ചിട്ട് എന്നെ ഞങ്ങളുടെ ആഷ്മിയാണോ അത് ഞാൻ പറയുന്നില്ല, എന്നെ ഫിക്സ് ചെയ്തു, എന്നെ ഫിക്സ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ദീപ്തി മാഡം എന്നെ വിളിക്കാൻ, രാജു ഒരു ചെറിയ പ്രശ്നമുണ്ട്, അത് വസീഫാണ് എതിർപ്പ്, വസീഫ് വരുന്നുണ്ട്, രാജചേട്ടൻ ഇരുന്നാൽ ശരിയാവൂല എന്ന് പറഞ്ഞു. അതുകൊണ്ട് രാജചേട്ടൻ ഭയപ്പെടുന്നുണ്ടല്ലേ ആൾക്കാര്, അപ്പൊ ഒന്ന് മാറ്റി തരണം എന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ സംസാരിക്കുന്ന മൈൽഡ് ആണെങ്കിൽ പിന്നെ ഗോപാലകൃഷ്ണൻ പറഞ്ഞ കുറിച്ച് എന്താ പറയുക? അത് പ്രോയാണ്, അത് 17 പ്രോ. ഇങ്ങനെ ഒരു വളരെ ഒരു അക്രമകാരിയാണ് എന്ന് കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ തോന്നി തുടങ്ങിയെന്ന് മനസ്സിലായല്ലോ. അല്ല, അത് എന്റെ രാഷ്ട്രീയത്തിന് വേണ്ടി ശക്തമായി വാദിക്കുന്നു എന്നാണല്ലോ അതിന്റെ. നജ്മ, നമ്മുടെ ഈ സ്ത്രീകൾക്ക് പൊതുവിലൊരു ഇത് കിട്ടുന്നില്ല, എനിക്കത് ഭയങ്കര ഷോക്കിംഗ് ആയി ദീപ്തിയുടെ വെളിപ്പെടുത്തൽ. അല്ല, ഇത്രയേ ഉള്ളൂ, സ്ത്രീകളെ മാത്രം ഇരുത്തി ഒരു ചർച്ചയുണ്ടാകുന്നത് വളരെ റെയറാണ് പൊതുവിഷയങ്ങൾ. ഇപ്പൊ എക്കണോമിക്സുമായിട്ടൊരു ചർച്ച വരുന്നു, എന്നാ പിന്നെ കുറച്ച് ആണുങ്ങൾ മതി എന്നങ്ങ് വിചാരിക്കുന്നു. അല്ലെങ്കിൽ പൊതുവിഷയങ്ങൾ എടുക്കുമ്പോൾ അവർ മാത്രം എന്നൊരു ചിന്തയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ഒരുപോലെ വിശ്വസിക്കുന്നത്. ഞാൻ സ്ത്രീകൾ മാത്രമുള്ളൊരു ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. അത് ആങ്കറും അന്ന് സ്മൃതി പരുത്തിക്കാടായിരുന്നു, മറ്റൊരു ചാനലിൽ. അതിൽ ഞങ്ങൾ സ്ത്രീകൾ മാത്രമാണ്. അന്നത്തെ വിഷയം ഇതാണ്, സ്ത്രീകൾക്ക് വനിതാ സംവരണ ബില്ലിനെ കുറിച്ചുള്ള ചർച്ചയാണ്. അവതാരകർക്ക് മാത്രമല്ലല്ലോ, അത് തീരുമാനിക്കുന്ന ഒരു ഫോറം ഉണ്ടാവുമല്ലോ നിങ്ങൾക്ക്, ഒരു എഡിറ്റോറിയൽ. അതെ അതെ, ആ ഗൂഢസംഘം സ്ത്രീകൾക്ക് അനുകൂലമല്ല എന്നാണ് ഞങ്ങളുടെ പൊതു വിലയിരുത്തൽ. അല്ല, ഈ മുഴുവൻ സ്ത്രീകളുമായിട്ട് നടക്കുന്ന ഒരു ചർച്ചയല്ല വേണ്ടത്, മുഴുവൻ സ്ത്രീകൾ പാനലല്ല. സാധാരണ ചർച്ചകളിൽ പൊതുവിഷയത്തിൽ സ്ത്രീകൾ, ഇപ്പൊ ഞങ്ങളുടെ കോൺഗ്രസിൽ നിന്ന് ഒരു സ്ത്രീയും BJP ഒരു പുരുഷനും അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് മിക്സ്ഡ് ആയിട്ട് ചർച്ച നടത്താറുണ്ടല്ലോ, അത് വളരെ കുറവാണ്, വളരെ കുറവാണ്. അതെന്താണെന്നറിയോ രാജു പറഞ്ഞത്? അതായത് എപ്പോഴും മുഴുവൻ സ്ത്രീകൾ ഇരിക്കണം എന്നല്ല പറഞ്ഞത്, എപ്പോഴും മുഴുവൻ പുരുഷന്മാരായിരിക്കുന്നത്. ഏതെങ്കിലും ഒരു പൊതുവിഷയത്തിൽ മുഴുവൻ സ്ത്രീകളില്ല എന്നേ പറഞ്ഞുള്ളൂ, എപ്പോഴും അങ്ങനെ ഇരിക്കണം എന്ന് പറഞ്ഞില്ല. ഒരു പ്രധാന കാരണം ഈ ചാനൽ അവതാരകർക്കും ചാനലിനും വേണ്ടതെന്ന് ഒരു എന്താണ് ഭയങ്കര റീച്ചാണ് അവരുടെ പ്രധാനപ്പെട്ട വിഷയം. റീച്ച് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് ഇടിനാശം വെള്ളപ്പൊക്കം ഒക്കെ ഉണ്ടാവണം. അത് തന്നെയല്ല, അതിന് പൊതുവെ സ്ത്രീകള് അത്ര മുന്നിട്ട് ഇറങ്ങാറില്ല. അത്ര മോശക്കാരിയൊന്നുമല്ല പൊതുവേ ഞാൻ പറഞ്ഞത്. ജനറലി വലിയ ഒരു ബഹളം ചർച്ചയിൽ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് നീയൊക്കെ എന്തേലും കാണിക്കും എന്നും പറഞ്ഞിട്ട് ഇവരൊന്നും ഇത് ചാനലിന് പ്രശ്നം. പക്ഷേ ഉണ്ടല്ലോ, അതിനകത്ത് ഞാൻ രഹസ്യം പറയാം. അതായത് ഈ പല പുരുഷന്മാരും ചർച്ചയിൽ വരുമ്പോഴേ നമ്മൾ കട്ട് ചെയ്ത് വിടുന്ന ഷോട്ടല്ലേ പ്രേക്ഷകർ കാണുന്നുള്ളൂ. അപ്പൊ കട്ട് ചെയ്ത് വിടാത്ത നമുക്കറിയാം. ഇപ്പം ദീപ്തി തന്നെ ഇരുന്നൊരു ഷാർപ്പായിട്ടൊരു ഡയലോഗ് ഒരു പുരുഷനെടുത്ത് അടിച്ചു കൊടുത്താലേ അയാളങ്ങ് മ്ലാനാവും പെട്ടെന്ന്. പെട്ടെന്ന് അയ്യോ എന്നെ തകർത്ത് കളഞ്ഞല്ലോ. അപ്പൊ ഇങ്ങനെ കുനിഞ്ഞിരിക്കുന്ന സീന് നമ്മളെ ഏറെ വിടാത്ത. അല്ല, അത് വേണമെന്നാ പറയുന്ന കാര്യം. സ്ത്രീകൾ ഷാർപ്പായിട്ട് തന്നെ പ്രതികരിക്കണം. അയ്യോ ഷാർപ്പാണ്, വളരെ ഷാർപ്പായിട്ട്. രാഹുലിനോട് ചോദിച്ചറിയാം. രാഹുലിന്റെ പലപ്പോഴും അല്ല, ഈ തമ്മിൽ ചർച്ചയിൽ തന്നെ ആളുകൾ വന്ന് സ്ത്രീകൾ വന്ന് രാഹുലിന്റെ അടുത്ത് വെളി കളയുമെന്ന് പോലും എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. അത് ഒരു പ്രധാന ഇവരുടെ ചാനലിന്റെ കാര്യം. എല്ലാവരും മത്സരമാണത്, ഭയങ്കര മത്സരമാണത്. കാര്യം ഇതിന്റെ അകത്ത് കട്ട് ചെയ്ത് ഷോർട്ടായിട്ട് വിടാൻ പറ്റിയ സാധനങ്ങളാണ് ഇവർ കംപ്ലീറ്റ് നോക്കുന്നത്. അതിലേക്ക് സംഭാവന ചെയ്യാൻ സ്ത്രീകൾക്ക് എത്ര കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ചാനലിന്റെയും അവതാരകരുടെയും പ്രശ്നം. ഇപ്പൊ ചർച്ചയുടെ ഒരു പ്രശ്നം അറിയോ, ഇപ്പൊ സമയം ഇപ്പം ദീപ്തിയൊക്കെ ആ ലെവലായി കഴിഞ്ഞു. 8 മുതൽ 8:15 വരെ ഏഷ്യൻ ന്യൂസ്, 8 മുതൽ 8:30 വരെ. അപ്പൊ അവിടെ തന്നെ ഇരിക്കുക. അപ്പൊ ഈയിടെ ഒരു ഗ്രൂപ്പ് എന്നോട് ചോദിച്ചു, പുറത്താണ് ഈ ഷൂട്ട് കിടക്കുന്നത്. അപ്പൊ ഈ മറ്റേ ചാനലുകാരൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ക്യാമറമാനെ മാറ്റണ്ടല്ലോ, ഞങ്ങൾ അതങ്ങ് എടുത്തോളാം. അല്ല, ഇത്രയേ ഉള്ളൂ, സ്ത്രീകൾ കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു വിഷയാധിഷ്ഠിതമായിട്ട് അതിനെ ഗൗരവമായിട്ട് സമീപിക്കുന്നുണ്ട് എന്നതുകൊണ്ടായിരിക്കും. അങ്ങനെയൊന്നുമല്ല, ഞാൻ രണ്ടാക്കി വിഭാഗിക്കുന്നതല്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ പൊതുവിഷയങ്ങളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം നമുക്ക് കൂട്ടാം എന്നൊരു അഭിപ്രായമുണ്ട്. ഇത് വീണ്ടും ആവർത്തിക്കുകയാണ്. ഷാർപ്പായിട്ട് അടിക്കുമല്ലോ, തീർച്ചയായിട്ടും. അതെല്ലാം ഒരു അഭിപ്രായമാണ്. ഏറ്റവും ഈ രംഗത്തൊരു മാറ്റം വരുത്താൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. തീർച്ചയായും പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഇരിക്കുന്നവരില്ലേ ആക്രമിച്ച് കയറിയതിൽ എടുത്തു പറയേണ്ട ആരാ? ഗോപാലകൃഷ്ണനാണോ? ഗോപാലേട്ടന്റെ കാര്യത്തിൽ ഞാൻ പണ്ടൊരു ഇതുപോലൊരു സംവാദത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോ ഏതാണ്ട് ഒരു 15 വർഷമായിട്ട് ചർച്ചയിൽ പതിവായിട്ട് പങ്കെടുക്കുന്നതാണ്. 2000 കൈരളിയിൽ മുതൽ രാഷ്ട്രീയ പ്രോഗ്രാം ചെയ്ത് എൻ്റെ
മോഹൻ അത്യാവശ്യം വന്നിട്ടുള്ള ആളാണ്. നിങ്ങളുടെ അന്തർധാര ഇപ്പൊ ഒന്നല്ലേ? അല്ല, ഞങ്ങളിപ്പോ ഒന്നും തന്നെയാ. പുള്ളിക്ക് റെഡി ലൂക്കോസ് പൊതുവെ എല്ലാരും പറയാം. പുള്ളിക്ക് റെഡി ലൂക്കോസ് എന്നൊരു പേരുണ്ട്. റെഡി ലൂക്കോസ്. എന്താണ് എപ്പോ വിളിക്കാന്നുള്ളത്? എപ്പോ വിളിച്ചാലും റെഡിയാണ്. അപ്പൊ ഈ ഗോപാലേട്ടനെ കുറിച്ച് പറയുമ്പം ഞാനൊരു 14 വർഷം ഞങ്ങൾ തമ്മിൽ എതിരാളികളായിരുന്നു ചർച്ചകളിൽ. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നതിൽ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള സംവാദകരിൽ ഞാന്, സുനിൽ സാറ്, പിന്നെ ഗോപാലേട്ടനൊക്കെ മുൻനിരയിൽ നിൽക്കും. ഒരു സീനിയോറിറ്റി ഇതിനകത്തുണ്ട്. എനിക്ക് തോന്നുന്നു രാഹുലും ആ കാലത്ത് ഉണ്ടാകുന്നത്. അപ്പൊ ഇപ്പൊ റിട്ടയർമെന്റ് ആയോ? അല്ല, റിട്ടയർമെന്റ് ഈ കാര്യത്തിൽ സീനിയോറിറ്റി ഉണ്ടെങ്കിൽ സാറ് റിട്ടയർ ചെയ്തിട്ട് ഞങ്ങൾ റിട്ടയർ ചെയ്തു. അതേ ഉള്ളൂ, ഞാൻ ഇറങ്ങത്തില്ല. കാരണം സാറ് പയ്യനാണ്. എല്ലാരും പറയുന്നത് ഗോപാലേട്ടനോട് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഫൈറ്റാണ്, ഭയങ്കര പ്രശ്നങ്ങളാണ്, പുള്ളി വല്ലാത്ത രീതിയിലാന്ന് പറയും. പക്ഷെ എന്റെ അനുഭവത്തിൽ ചാനൽ ചർച്ചയിൽ വരുന്നതിൽ വ്യക്തിപരമായി എനിക്ക് അടുപ്പമുള്ളവർ എല്ലാവരോടും നല്ല അടുപ്പമുണ്ട്. എല്ലാവരും വിളിക്കാറുണ്ട് ചർച്ച കഴിയുമ്പോൾ രാഷ്ട്രീയ ഭേദമന്യേ. അന്നും ഇന്നും നല്ല സൗഹൃദമുള്ളൊരു വ്യക്തിത്വമാണ് ഈ ഗോപാലേട്ടൻ എന്നുള്ള വ്യക്തി. നമ്മൾ ഈ ചാനലിന്റെ സ്ക്രീനിൽ കാണുന്ന പോലെയല്ല, ഇതേ ഒരു പാവ മനുഷ്യനാണ്. വലിയ തമാശ. ഞാൻ ആദ്യം കാണുന്നത് ഗുരുവായൂർ പ്രേക്ഷകരെ ഞെട്ടിക്കും. വായലനാവ് ഭയങ്കര പ്രശ്ന. അതെ അതെ. അപ്പൊ ഈ സംവാദകരെ ആരാണ് മോളിൽ കയറണം എന്നുള്ളൊരു രീതിയിൽ നമ്മൾ സംവാദത്തിൽ ഇരിക്കാറില്ല. നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അവതരിപ്പിക്കുക. ഇപ്പൊ നമ്മുടെ മോളിൽ കയറുന്ന ഒരാൾ എങ്ങനെയാ വരുന്നത്? നമ്മൾ പരാജയപ്പെടുമ്പോഴായിരിക്കും മോളിൽ വരാൻ പറ്റുള്ളൂ, ഉറപ്പായിട്ടും. പിന്നെ ബഹളമയമായിട്ട് പോകുന്നതിനോടൊന്നും നമുക്ക് വലിയ താല്പര്യമില്ല. ബഹളം വെക്കുന്നതിന് പ്രേരിപ്പിക്കുന്നത് ആങ്കേഴ്സാ, അവതാരകരാ. ഒരു സംശയമില്ല. അവർ കുത്തി ഇളക്കുന്നത് തന്നെയാ. പ്രത്യേകിച്ച് ഈ കാര്യത്തിൽ വളരെ പിന്നെ സ്മാർട്ടായിട്ട് ആ ഇൻട്രോയിലൂടെ തന്നെ നമ്മളെ തളത്തിക്കളുന്ന ഒരാളുണ്ട്. അത് ഹാഷ്മിയാ. ഹാഷ്മിയുടെ ഇൻട്രോ കഴിയുമ്പോൾ തന്നെ നമ്മളങ്ങോട്ട് ഇരിക്കുന്നത് ഈ മനുഷ്യന് എന്നാ മറുപടി കൊടുക്കണേ. എനിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഞാൻ ഒരുപാട്. അല്ല, ഹാഷ്മിയുടെ ഇൻട്രോ കേട്ട് ബോധം കെട്ട് പോയ ഇൻട്രോ ഏതായിരുന്നു? ബോധം കെട്ട് പോയെന്ന് പറയാം, മിക്കവാറും എല്ലാം തന്നെ ബോധം കെട്ട്. അതൊട്ട് കുറവില്ലല്ലേ? എനിക്ക് തോന്നുന്നത് കേരളത്തിലെ അവതാരകരിൽ പഠിച്ച പോയിന്റ് ഒക്കെ പലരും മറക്കുന്ന പറയാ. അല്ല, ഇതെന്താന്ന് അറിയാമോ? ആൾക്കാർ വളരെ ഹാപ്പി ആയിട്ട് നല്ല മൂഡില് സന്തോഷമായിട്ട് ആഷ്മി എന്താന്ന് വെച്ചാൽ ചോദിച്ചോളൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ഒരൊറ്റ വരവ്. നോക്കിക്കൊണ്ട് വന്നാൽ മറന്നുപോയി. സാറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഹാഷ്മിയുടെ ഇൻട്രോ നമ്മൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കണം. നമ്മളതിനെ ഒഴിവാക്കി കളയരുത്. അതിലൂടെ മാത്രമേ ഹാഷ്മിയെ നമുക്ക് എന്തെങ്കിലും രീതിയിൽ ഒന്ന് ഒതുക്കാൻ പറ്റത്തുള്ളൂ. എനിക്കും അങ്ങനെ ഒരുപാട് അനുഭവമുണ്ട്. ഞാൻ കഴിഞ്ഞ ഓണത്തിന് ആ ഷിപ്പിൽ വെച്ച് നടന്ന പ്രോഗ്രാമിൽ ഞാനത് പറഞ്ഞായിരുന്നു. എനിക്കൊരു വലിയ എക്സ്പീരിയൻസ് ഉണ്ട്. അതായത് ഞാനൊരു പിന്നെ ഈ നമ്മുടെ ഒരു ഷിപ്പിലെ കാർഗോ കംപ്ലീറ്റ് ഇതിലേക്ക് പോയി, സീ കടിയിലേക്ക് പോയല്ലോ, ഒരു 6-7 മാസം. അന്ന് ഞാൻ മറ്റൊരു ചാനലിൽ ഒരു ഈ പറയുന്ന സമുദ്ര ഗവേഷണമായിട്ട് ബന്ധപ്പെട്ട ഒരു സയന്റിസ്റ്റും ഞാനും വേറൊരാളും ചർച്ചയ്ക്കിരുന്നു. ഹാഷ്മിയാണ് ആങ്കർ. അപ്പം കേരളത്തിലെ സംസ്ഥാന സർക്കാർ, അന്ന് ഞാൻ CPM-ലാ, സംസ്ഥാന സർക്കാരിന് എന്തുകൊണ്ട് ഇവരെ അറസ്റ്റ് ചെയ്തുകൂടാ, ഇതിന്റെ ക്രൂവിനെ? അതായത് ക്യാപ്റ്റൻ സൈതം അതിനുള്ള അധികാരം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ഭയങ്കരമായിട്ട് ചെയ്യുന്നു ഈ പറയുന്ന സമുദ്ര ഗവേഷണ വിദഗ്ധൻ. അപ്പൊ അദ്ദേഹം പറയുന്ന സ്റ്റേറ്റിന് അതിന് പവർ ഉണ്ടെന്ന് പറയും. ഞാൻ എൻ്റെ ഊഴം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ അന്തർദേശീയ തലത്തിൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ കുറിച്ചാണ്. ദോസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ദോസ് കൺട്രി എന്നാ. സാറിന് സംശയം ഉണ്ടെങ്കിൽ അത് നോക്കിക്കോളാൻ പറഞ്ഞു. അത് എന്നെ അങ്ങോട്ട് വല്ലാതെ ഇൻസൾട്ട് ചെയ്തു. താങ്കൾ പഠിച്ചിട്ട് വരണം, താങ്കൾക്ക് ഇംഗ്ലീഷ് അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് സൂക്ഷിക്കണം. ഏത് സ്കൂളിലാണ് പഠിച്ചത്? ഞാൻ പഠിച്ചത് അതെ സാറ് കേട്ടത് ഒരുപാട് ട്രോൾ വന്നത്. അപ്പൊ എനിക്ക് ലാസ്റ്റ് അദ്ദേഹത്തിന്റെ അത് കഴിഞ്ഞിട്ടുള്ള ആളുമായിട്ടുള്ള ചർച്ച, പിന്നെ ഇത് കഴിയുമ്പോൾ ചർച്ച വൈൻഡപ്പ് ചെയ്യുക. ഞാൻ ഹാഷ്മിയോട് പറഞ്ഞു, ഹാഷ്മി എനിക്ക് നിർബന്ധമായിട്ട് 1 മിനിറ്റ് തരണം, അന്നേ പറ്റുള്ളൂ പറഞ്ഞു. അങ്ങനെ ഹാഷ്മി എനിക്ക് ഔദാര്യത്തിന് 1 മിനിറ്റ് തന്നു. അപ്പൊ 8:03 ഇതിനകത്ത് പ്രശ്നം എന്താ വെച്ചാല്, കേരള ഗവൺമെന്റ് അറസ്റ്റ് ചെയ്യാനുള്ള അന്തർദേശീയ ധാരണ അനുസരിച്ച് കേരള ഗവൺമെന്റ് അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ടെന്നാണ് ഈ വിദഗ്ധൻ പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാനൊരു സഹയാത്രികൻ, ഇടതുപക്ഷത്തിന്റെ, ഞാൻ CPM-നെയും സർക്കാരിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നുണ പറയാമെന്ന് ജനം വിചാരിക്കുള്ളൂ. കാരണം ഒരു അതിവിദഗ്ധൻ ഇരുന്നുകൊണ്ടാണ് ഈ കാര്യം പറയുന്നത്. അപ്പൊ ഹാഷ്മിയോട് ഞാൻ റിക്വസ്റ്റ് എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഹാഷ്മിയും ഇത് വിശ്വസിച്ചിരിക്കുക. ഈ വിദഗ്ധൻ പറയുന്നത് ശരി, വിദഗ്ധനെ ആർക്കെങ്കിലും ചോദിക്കാൻ പറ്റുമോ? അത് തന്നെ അദ്ദേഹം വേറൊരു കൊറസ്റ്റോടെ കാണിച്ചു. അത് AI ട്രാൻസ്ലേഷൻ കൂടെ എടുത്ത് വായിച്ചു. താങ്കൾ വേണം മനസ്സിലാക്കിക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ ആ ചർച്ചയുടെ അവസാന നിമിഷം പിടിച്ചു വാങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞു, ഒറ്റ കാര്യമുള്ളൂ സാർ, ആ AI ട്രാൻസ്ലേറ്ററിനോട് ഒരു സ്വിച്ച് ഉണ്ട്, അതുകൊണ്ട് ഓൺ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ കൺട്രിയിൽ നിന്ന് വരും എന്ന് പറഞ്ഞു. ഇതാണ് അതിന് വസ്തുത എന്ന് പറഞ്ഞു. ഇല്ലായിരുന്നുവെങ്കിൽ ഈ ചർച്ചയിൽ സംഭവിക്കുന്നത് എന്താ, ഈ ചർച്ച കാണുന്ന ലോകത്തിലെ മലയാളികളിലെ ഏറ്റവും കുറഞ്ഞൊരു 60% CPM-ന് വേണ്ടിയിട്ട് വന്ന് നുണ പറയുന്ന ഒരാളായിട്ട് എന്നെ മാറ്റും. അതെൻ്റെ പാർട്ടിക്കും ദോഷം ചെയ്യും. കാരണം ഈ വിദഗ്ധനാ പറയുന്നത് സ്റ്റേറ്റിനെ അറസ്റ്റ് ചെയ്യാന്നുള്ളവരും. ഞാൻ ആ കൂടെ ചോദിച്ചു, സാറേ ശ്രീലങ്കയിലാണ് ആര് അറസ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചു. ശ്രീലങ്കയിൽ സ്റ്റേറ്റ് ഇല്ല, അവിടെ പ്രോവിൻസേ ഉള്ളൂ. അമേരിക്കയിലാണ് എങ്ങനെയാണെന്ന് ചോദിച്ചു.
ദോസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ദോസ് കൺട്രി എന്ന് പറഞ്ഞു. ആ ചർച്ച കഴിഞ്ഞ് എന്നെ ആഷ്മി വിളിച്ചിട്ട് പറഞ്ഞു, എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, ബേച്ചേട്ടാ എൻ്റെ ധാരണ അങ്ങനെയായിരുന്നു, ഇപ്പോഴും കാര്യങ്ങൾ ബോധ്യമായെന്ന് പറഞ്ഞു. എൻ്റെ തൊട്ടടുത്ത് നിങ്ങളുടെ ടോബി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നെ കോട്ടയത്തെ റിപ്പോർട്ടർ ഇരിപ്പുണ്ട്. ഇപ്പം ഇങ്ങനെ ചില പ്രതിബന്ധങ്ങൾ ഈ ചർച്ചകളിൽ വരും. ഈ വിദഗ്ധരായിട്ടിരിക്കുന്ന ആളുകളും അവരെയും നമ്മളെയും തമ്മിൽ കാണികൾ രണ്ടായിട്ടാണ് കാണുന്നത്. നമ്മൾ പൊളിറ്റിക്സിന് വേണ്ടിയിട്ട് എന്ത് നുണയും അടിച്ചുവിടും എന്നാണ് അവരുടെ ധാരണ. അതിവിദഗ്ധനായ ഒരു സയന്റിസ്റ്റ് പുറത്തിറങ്ങി നടക്കാൻ പറ്റൂ? പിന്നെ പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ദിവസം ഈ മാത്രമല്ല ചില ആളുകൾ ഞാനേ കണ്ടിട്ടുണ്ട്, ഈ ചില ചർച്ചയിലൊക്കെ ചില വിജ്ഞാന ഭിഷഗ്വരന്മാർ വന്നിരിക്കും. അതായത് മൊത്ത വിജ്ഞാനം ഇവരുടെ കയ്യിലാണ്. ഇവർ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയായിട്ടാണ് ഇരുന്നിട്ട് ഈ എതിരാളി ഇവർക്ക് ഇഷ്ടപ്പെടാത്തതും അല്ലെങ്കിൽ ഇവരുടെ ചിന്തയ്ക്ക് അനുസൃതമല്ലാത്ത ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിവരമില്ല, സംസാരിക്കരുത്. ഇവിടെ മുഖത്ത് ആ പുച്ഛഭാവം ഇങ്ങനെ സൂര്യൻ പോലെ ഉദിച്ചു വരും. ഒരു ദിവസം ഞാൻ ഒരാടുത്ത് പോയി, നിങ്ങൾ ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് ചോദിക്കും. പിന്നെ എങ്ങനെ സംസാരിക്കണം? വിവരക്കേട് എനിക്ക് താങ്ങാൻ പറ്റത്തില്ല. ഞാൻ അങ്ങ് ജനിച്ചത് തന്നെ ഈ അവതാര ലക്ഷ്യമായിട്ടാണോ എന്ന് ചോദിച്ചു. പുള്ളിക്ക് അപ്പം അത് കത്തിയില്ല. പിന്നെ വീട്ടിൽ പോയി കേട്ടപ്പോൾ പുള്ളി പറഞ്ഞ് എന്നോട് അനാവശ്യമാണ് നിങ്ങൾ പറഞ്ഞതെന്ന് പറഞ്ഞു. കാര്യം അങ്ങനെ ഒരു മനുഷ്യൻ അങ്ങനെ ജനിക്കുന്നില്ലല്ലോ, അങ്ങനെ ആദ്യമായിട്ട് ജനിക്കുന്നില്ലല്ലോ. സാറേ എനിക്കൊരു ക്ലാസിക് ഞാൻ ഒരു കാര്യം ഇവിടെ അദ്ദേഹത്തോട് പറഞ്ഞു, അവിടെ പറഞ്ഞേക്കാം. ഇങ്ങനെയുള്ള വിജ്ഞാന ദാഖികൾ അറിഞ്ഞുകൊണ്ട് യൂണിവേഴ്സിറ്റി ലൈബ്രറി പോയിട്ടുണ്ടോ തിരുവനന്തപുരത്ത് ഞാൻ ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ അവിടെ പോയിട്ടുണ്ട്. ആ ലൈബ്രറിയിൽ ഇനി കയറുമ്പോൾ നോക്കണം, ആ അലമാരിലിരിക്കുന്ന എത്ര പുസ്തകം അങ്ങ് വായിച്ചിട്ടുണ്ടെന്ന്. അങ്ങ് കാര്യം മനസ്സിലാവും. പറയാമെന്ന് പറഞ്ഞു. സാറേ എനിക്കതിനൊരു ക്ലാസിക് ഉദാഹരണമുണ്ട്. 2016 ഡൊണാൾഡ് ട്രംപിന്റെ ഇലക്ഷൻ ഹിലരി ക്ലിന്റനുമായിട്ട്. അന്ന് ആ ഒരു 4 ദിവസം ഞാൻ ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു. ആ ഇലക്ഷന്റെ ക്യാമ്പയിൻ നടക്കുന്ന സമയത്ത് എല്ലാവരും പ്രഖ്യാപിച്ചു ഓതന്റിക് ആയിട്ട്. കേരളത്തിലെ 1-2 ചാനൽ, എനിക്ക് തോന്നുന്നു അന്ന് 24 തുടങ്ങിയിട്ടില്ല. ഇവിടുത്തെ റിപ്പോർട്ടേഴ്സ് അവിടെ പോയിട്ടുണ്ട്. കുറെ വർഷം അമേരിക്ക ജോലി ചെയ്ത ഒരാളാണ് ഞാൻ. അപ്പം അമേരിക്ക ജോലി ചെയ്തു. ഞാൻ 2002 മുതൽ 2007 വരെ അമേരിക്ക ഞാൻ ജോലി ചെയ്ത ആളാണ്. 2000 എൻ്റെ ആനക്കാരെന്ന് പറഞ്ഞാൽ കൈരളിയിലെ മെഗാ സീരിയലിന് ശേഷം ഞാൻ നേരെ അമേരിക്കയ്ക്കാണ് പോയത്. ഞാൻ അമേരിക്കയിൽ പോകുന്നത് മലയാളികളെ കുറിച്ചുള്ള ഒരു പ്രോഗ്രാം ചെയ്യാൻ പോയത്. മമ്മൂക്കയാണ് അത് ഉദ്ഘാടനം ചെയ്തത്. മമ്മൂക്കയുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് അവസാനമായിട്ട് തിരികൊളുത്തിയ ഏക ടെലിവിഷൻ സീരിയൽ അതാ. അവിടെ പോയി 6-7 മാസം അവിടെ പരിപാടിയെല്ലാം ഷൂട്ട് ചെയ്തതിനു ശേഷം എനിക്ക് എൻ്റെ സിസ്റ്ററും എല്ലാം അമേരിക്കയിലുണ്ട്. എനിക്ക് അതുകൊണ്ട് അവിടെ എനിക്ക് പേപ്പറിലുണ്ടായിരുന്നു. ഞാൻ ജോലി ചെയ്തു. ഒരു 6-7 വർഷത്തോളം ജോലി ചെയ്തു. അവിടെ ചെന്ന് പ്രമാണിച്ച് അവിടുന്ന് ആൾക്കാർ ഇങ്ങോട്ട് വന്നില്ലല്ലോ. എനിക്കറിയത്തില്ല, അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും അമേരിക്കയിലെ മലയാളം മാധ്യമങ്ങളിൽ 15 വർഷം ഞാൻ കോളം ചെയ്ത ഒരാളാണ്. അവിടുത്തെ മലയാളം പത്രം റോയുടെ മലയാളം പത്രം സ്ഥിരമായിട്ട് ഞാൻ കോളം ചെയ്യും. ഞാനീ പറഞ്ഞു വരുന്നത് കാരണം അന്ന് ആ ചർച്ചയിൽ കേരളത്തിൽ അതിവിദഗ്ധരായിട്ടുള്ള വിദേശകാര്യ വിദഗ്ധരും റിട്ടയർഡ് അംബാസഡർമാരെല്ലാം അതിനകത്തുണ്ട്, ചർച്ചയിലുണ്ട്. ഞാൻ 4 ചാനലിൽ അന്ന് ചർച്ചയ്ക്ക് പോകുമായിരുന്നു. ആ ഒരു 4 ദിവസം എല്ലാവരും പറഞ്ഞു 4% അധികത്തിൽ പിന്നെ ഭൂരിപക്ഷത്തിൽ ഹിലരി ക്ലിന്റൺ ജയിക്കും. അതിനവർ കുറേ ഓതന്റിക് ആയിട്ടുള്ള മറുപടിയും പറഞ്ഞു. ഞാൻ പറഞ്ഞു തോറ്റു എന്ന് പറഞ്ഞു. അത് പരാജയപ്പെടും, ട്രംപ് ജയിക്കും. അപ്പൊ ട്രംപ് ഭാഗ്യമല്ല സാർ, അതിന് കാരണമുണ്ട്. അതാണ് ഈ ചാനൽ ചർച്ചയുടെ പ്രത്യേകത ഞങ്ങൾ മനസ്സിലാക്കിയത്. ഞാൻ പറഞ്ഞു നിങ്ങൾ അമേരിക്കയിൽ ഒന്ന് മനസ്സ് വായിക്കുക, അമേരിക്ക സുരക്ഷിതമാണ് ആവശ്യപ്പെടുന്നത്. ഡൊണാൾഡ് ട്രംപ് 0.1% ഒരു സ്ഥാനാർത്ഥിത്തിന് പോലും അർഹതയില്ലാത്ത ആളാണ്. ഫൈറ്റ് ചെയ്താണ് അയാൾ വന്നിരിക്കുന്നത്. അയാൾ പറയുന്ന അമേരിക്കയുടെ സുരക്ഷിതമാണ്. പിന്നെ ഹിലരി ക്ലിന്റൺ ഒരു എത്തിസ്റ്റാണ്. മോറോവർ മറ്റു ചില ഡ്രോബാക്സ് ഉണ്ട്, ചർച്ച ചെയ്യാൻ പറയുന്നില്ല. അതുകൊണ്ട് അവർ പിന്നെ ട്രംപിനെ ജയിക്കും, സംശയിക്കേണ്ടെന്ന് പറഞ്ഞു. എന്നെ ഇൻസൾട്ട് ചെയ്ത് ഇവിടുത്തെ ഒരു അതിവിദഗ്ധനായ ഒരു വിദേശകാര്യ വിദഗ്ധൻ പറഞ്ഞു, താങ്കൾക്ക് വിദേശത്തെക്കുറിച്ചൊന്നും അറിയത്തില്ല, അറിയാൻ പാടില്ലാത്ത കാര്യത്തെക്കുറിച്ച് താങ്കൾ മറുപടി പറയരുത്. ഒരു കാരണവശാലും ഞാൻ പറഞ്ഞു സാറേ ഈ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്, നമ്മൾ തമ്മിൽ വോട്ടെണ്ണി കഴിയുമ്പോഴത്തേക്ക് പറയാന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെ കണ്ടു കൈരളി അതേ ചർച്ചയില് ഇലക്ഷന്റെ റിസൾട്ട് വരുന്നത് ഞാനും അതേ ഉണ്ടായിരുന്നു. ട്രംപ് ജയിച്ചു. അപ്പൊ PA തോമസ് എന്ന് പറഞ്ഞ ഡൽഹിയിൽ നിന്ന് പങ്കെടുത്തൊരു മുതിർന്ന മാധ്യമപ്രവർത്തകർ അന്ന് ഈ പല ചർച്ചകളിലും ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു താങ്കള് ഈ മനുഷ്യനോട് ക്ഷമ വരണമെന്ന് പറഞ്ഞു. കാരണം താങ്കൾ എന്ന് പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ ഈ ചാനൽ ചർച്ചയിലുള്ള അങ്ങനെ ക്ഷമ പറയാനുള്ള മഹാമനസ്കത കാണിച്ചു അദ്ദേഹം. ഇല്ല ഞാൻ പറഞ്ഞു ക്ഷമ. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് BJPക്ക് എത്ര സീറ്റ് കിട്ടുമെന്ന് ചേട്ടൻ പറഞ്ഞായിരുന്നു. കേട്ടില്ല. അതെത്രയാ? അതായത് ഈ ഇലക്ഷനിലെ BJPക്ക് കിട്ടുന്ന സീറ്റുകളുടെ എണ്ണവും പ്രവചിച്ചായിരുന്നു ചർച്ചയിൽ നിന്ന്. അല്ലാതെ LDF 110 സീറ്റ് പ്രവചിച്ചില്ലേ? എന്നെക്കാലൊക്കെ എത്ര എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാരെ ഞങ്ങളെ കോൺഗ്രസ്സുകാരനാണ്. അല്ല അതെനിക്കറിയാം, എന്നെ നല്ല സുഹൃത്താണ്. ഞങ്ങൾക്ക് എത്ര ചർച്ചകളിൽ നിന്ന് വായിച്ചു. അത് സ്വാഭാവികമല്ലേ. ഇലക്ഷൻ വോട്ടെണ്ണുന്നതിന് തലേദിവസം വരെ ഞങ്ങൾ പറയും ഞങ്ങൾ ജയിക്കും എന്ന് പറയും. പക്ഷെ ഞങ്ങൾ 3 സീറ്റുമായിട്ട് നിയമസഭ ഇരിക്കുന്നത്. ഈ 3 സീറ്റിന് 3 MLA-മാർക്ക് 35-നേക്കാളും പവറുണ്ട്. അത് തെളിയിച്ചു കഴിഞ്ഞു. നാളുകളിൽ ആ BJP മുമ്പിൽ കേരളത്തിലെ പല രാഷ്ട്രീയക്കാർ സമ്മതിക്കും നിങ്ങൾ തന്നെയാണ് യഥാർത്ഥ പ്രതിപക്ഷം എന്നുള്ളവരും.
പറയും ഗോപാലകൃഷ്ണൻ ഭയങ്കര പാവമാണെന്ന് അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. പറഞ്ഞു പറയിച്ചാ സാറേ, പറഞ്ഞു പറയിച്ചതാ. ഇവർ രണ്ടുപേരും ഒരേ പാർട്ടി ഓഫീസിൽ നിന്ന് വന്നാ അത് PR-ആ. ഗോപാലകൃഷ്ണൻ സാറിന്റെ നാവിനെ കേട്ടവരാരെങ്കിലും അദ്ദേഹം പാവാന്ന് പറയും. ഈ വിജ്ഞാനത്തിന്റെ മറുകര കണ്ട ഒരു വ്യക്തിയെ താങ്കൾ ഇവിടെ പരാമർശിച്ചു. അങ്ങനെ കരുതുന്ന ചില അവതാരകരുണ്ട്. ഇപ്പൊ ഞാൻ ഒരു അന്തിമ വാക്കാ. അതെ, സുപ്രീം കോടതിയാണ്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ജഡ്ജിമാരാണ്. നികേഷുമായിട്ടുള്ള ചർച്ചയിലായിരുന്നു, കംപ്ലീറ്റ് ചർച്ച എനിക്ക്. പക്ഷേ സംഭവം ഈ ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി എന്നുള്ളതായിരുന്നു സംഭവം. ഈ ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി ഉള്ളവർക്ക് ആ രാജ്യത്ത് അവിടുന്ന് പരമാവധി അവർക്ക് ചെയ്യാൻ കഴിയും. അയാൾ ഇനി ഒരു കൊലപാതകം ചെയ്താൽ പോലും അവിടെ നിന്ന് പറഞ്ഞു വിടാൻ പറ്റും, പക്ഷെ അവരെ ശിക്ഷിക്കാൻ കഴിയില്ല. ഇത് നികേഷ് സമ്മതിക്കില്ല. എന്ത് ചെയ്താൽ എന്താ ഈ പറയുന്നത്? ഞാൻ പറഞ്ഞ അങ്ങനെയാണ്. ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. അതിതാണ്. ഇയാൾ എന്ത് ചെയ്താൽ സമ്മതിക്കില്ല. എന്തായാലും ഒരു കാര്യമുണ്ട്, പുഷ്കര സമയമായിരിക്കും. അപ്പം എന്ത് ചെയ്താൽ ഈ പുള്ളി സമ്മതിക്കില്ല. ഇത് ഒടുവിൽ അവിടെ ഇരുന്ന് അങ്ങയുടെ ആത്മവിശ്വാസം അത്രത്തോളം വലുതായിരുന്നു. അതുകൊണ്ട് അവിടെ ഇരുന്ന് തന്നെ TP ശ്രീനിവാസ സാർ എന്നെയാണെന്ന് തോന്നുന്നു വിളിച്ചു സാറേ ഇങ്ങനെയാണോ? അങ്ങനെയാണ്. അത് വേറെ കാര്യം. അതേപോലെ തന്നെ ഈ ചർച്ച ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് വിടുന്ന, ഇപ്പോഴും എൻ്റെ വീഡിയോകളുടെയൊക്കെ താഴെ വന്ന് ട്രോള് പറയുന്ന ഒരു സംഭവമുണ്ട്. ഈ വന്ദേ ഭാരത് വന്ന സമയത്ത്, വന്ദേ ഭാരത് എക്സ്പ്രസ് വന്ന സമയത്ത് ഈ നികേഷുമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചർച്ചയില്ല. കാര്യം കേരളത്തിൽ ധാരാളം വളവുകളും തിരിവുകളും ഒക്കെ ഉണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, ഈ വളവുകളിൽ കൂടെ തന്നെ വേഗതയിൽ പോകുന്ന രീതിയിലുള്ള ടെക്നോളജി ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അവിടെ അത് അണ്ടർ ഡെവലപ്മെൻ്റ് ആണത്. ഈ പുള്ളി ഒരൊറ്റ അടിയാണ്, ഈ വളവുകളൊക്കെ കുറച്ച് മയിലെണ്ണ ഇട്ടൊരു പിടി പിടിച്ച അങ്ങ് തീരുവെന്നാണ് ഷാബു പ്രസാദ് പറയുന്നത്. അങ്ങനെ അതങ്ങ് കൊണ്ടുപോയി. അതറിഞ്ഞില്ല. അല്ല, ഇത് ഞാനെന്താ പറഞ്ഞതെന്ന് എനിക്കറിയാം, കേട്ടവർക്കും അറിയാം. പക്ഷെ ആ ഒരു പോർഷൻ മാത്രം, അതായത് അതിന് മുമ്പുള്ളത് പറഞ്ഞില്ല, അതിന് ശേഷമുള്ളതും ഇല്ല. ആ ഒരൊറ്റ പോയിന്റ്. നമ്മള് മയിലെണ്ണയ്ക്ക് എന്ത് എണ്ണ ഇട്ട് കൊടുത്തു? നമ്മള് പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു ഇപ്പം ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ ഒരു അവതാരകന്റെ വേഷം കെട്ടി വിവരക്കേട് പറയുന്നതിന് എനിക്ക് എന്ത് പറയാൻ പറ്റും? എനിക്കൊന്നും ചെയ്യാനില്ല. ഒരേ വർഗോ, എനിക്കൊന്നും ചെയ്യാനില്ല. അല്ലെ വഴി വെച്ച് കാണുമ്പോഴേ എന്നോട് ചോദിക്കില്ലേ ഇത് ഇങ്ങനെ ഈ രീതിയില് ഈ വിജ്ഞാനത്തിന്റെ മറുകര കണ്ടവർ എന്ന് സ്വയം ധരിച്ചിരിക്കുന്ന ധാരാളം അവതാരകരുണ്ട്. അവരെയൊക്കെ ഒന്ന് കാണാൻ പിന്നീട് റെഡി. ഇതിൻ അപ്പോ ഇത് നിങ്ങൾ എനിക്കൊന്ന് ശാന്തനാണോ, അങ്ങനെ ചർച്ചയിൽ ഇടിച്ചു കയറി സംസാരിക്കുന്ന ആളാണോ, എങ്ങനെ അതിന്റെ? പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായെന്നറിയോ, നമ്മുടെയൊക്കെ സംവാദ വേദിയിൽ സാധാരണ ഇടിച്ചു കയറിയില്ലെങ്കിൽ അയാൾ ഔട്ടായി പോകും, അയാൾ കാണത്തില്ല. എനിക്ക് തന്നെ അവസാനം മനസ്സിലാവും, ഈ മനുഷ്യയൊന്നും സംസാരിച്ചിട്ടില്ലല്ലോ എന്ന്. അവസാനം പേരെഴുതി കാണിക്കാൻ സെപ്പറേറ്റ് ഷൂട്ട് ചെയ്യേണ്ടി വരും. കാര്യം ഇടിച്ചു കയറാണ്ട് തിരിച്ചു കയറാറുണ്ട്. ഇടിച്ചു കയറുമല്ലേ? ഇപ്പോ ഹാഷ്മിയുടെ ഇൻട്രോ പറഞ്ഞല്ലോ, എനിക്ക് തോന്നുന്നു SIR-ന്റെ ചർച്ചയാണ്. ഹാഷ്മി സാർ പറഞ്ഞ പോലെ 5 മണിക്കൂർ തയ്യാറെടുപ്പൊക്കെ കഴിഞ്ഞ് നല്ലൊരു ഇൻട്രോ ഒക്കെ വന്നു വെച്ച് BJP അലക്കി, അതിനുശേഷം എന്നെ റോസ്റ്റ് ചെയ്യുക. അതാണ് ഹാഷ്മിയുടെ അന്നത്തെ ദൗത്യം. ഞാനൊരു രഹസ്യം കൂടെ പറയാം. ഹാഷ്മിനെ ചീത്ത വിളിക്കുമെന്ന് എനിക്കറിയത്തില്ല. അതായത് ഹാഷ്മി ഈ ഇൻട്രോ ഒക്കെ മനസ്സിൽ പ്രിപ്പയർ ചെയ്ത് ഗസ്റ്റൊക്കെ റെഡിയായി കാണും. ഗസ്റ്റിനെ കുറിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾ കഴിയുമ്പോൾ പുള്ളി ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് അതിലൊരു നടപ്പുണ്ട്. ഈ നടപ്പ് നടന്നിട്ട് ഒരു സ്ഥലത്ത് പോയി പുള്ളി ഒരു ശ്രദ്ധിച്ചിട്ടില്ല. ഞാനിങ്ങനെ നോക്കുന്നുണ്ട് പുള്ളി എന്തോ ചെയ്യുന്നതിന്. കുറച്ചു നേരം ഒരിടത്ത് അങ്ങ് നിൽക്കും. നമ്മളെന്താണെന്നറിയോ, ചില പെരുമ്പാമ്പെന്തിനെങ്കിലും വിഴുങ്ങിയിട്ട് ചിലയിടത്ത് അയവിറക്കി കിടക്കത്തില്ലേ, അതുപോലെ ഒരു നിപ്പ് നിൽക്കും. പിന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് വരവുണ്ട്, നേരെ സ്റ്റുഡിയോക്കുള്ളില. പിന്നെ വരുന്ന ഇൻട്രോ എന്ന് വെച്ചാൽ ചിലപ്പോൾ താങ്ങത്തില്ല. അതെ, അങ്ങനെ വന്നു ഇൻട്രോ ഒക്കെ എടുത്ത് ഭയങ്കര ഡയലോഗ് ഒക്കെ ഇട്ട് വന്നു. പക്ഷെ ഹാഷ്മിക്ക് അറിയാൻ പറ്റൊരു രഹസ്യമുണ്ട്. ഹാഷ്മിയുടെ ഈ ഇൻട്രോ എല്ലാം കഴിഞ്ഞ ശേഷം എന്നുള്ള ചോദ്യങ്ങൾ വന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഒരു ഉദാഹരണം പറഞ്ഞാൽ ഹാഷ്മിയുടെ കടക്കാടുള്ള BLA ഞാനിപ്പോ വിളിക്കാം, ഹാഷ്മിയുടെ വോട്ട് കട്ടാവത്തില്ല പറഞ്ഞു. അപ്പൊ ഹാഷ്മിയെ സാധാരണ ആൾക്കാർ പന്തളത്തുകാരൻ, പത്തനംതിട്ടക്കാരൻ വിളിച്ചു. പക്ഷെ ഈ കടക്കാട് ഹാഷ്മി പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നത്. ഹാഷ്മിയുടെ ഗ്രാമം കടക്കാട്. ഹാഷ്മി അതോടെ അങ്ങ് ഡൗൺ ആയി. ഇയാളെന്താ കടക്കാട് അന്വേഷിച്ചു പോയത്? ഹാഷ്മിന്റെ ജൂനിയർ, അത് ഹാഷ്മിക്ക് ഓർമ്മയില്ല. ഞാനും ഹാഷ്മിയും പന്തളം കോളേജിൽ പഠിച്ച ഹാഷ്മിന്റെ ജൂനിയർ ആയിരുന്നു. പക്ഷെ ഹാഷ്മിന്റെ പ്രതീക്ഷ SFI. അപ്പൊ ഹാഷ്മിയുടെ സൂപ്പർ സീനിയർ ആയിരുന്നു ഞാൻ. അങ്ങനെ ഇത് പറഞ്ഞപ്പോ അപ്പൊ ചർച്ച കഴിഞ്ഞപ്പോ ഹാഷ്മി വിളിച്ചു, അല്ല നിങ്ങൾ എന്താണ് ഈ കടക്കാട് പറഞ്ഞതിന്റെ രഹസ്യം? ഞാൻ പറഞ്ഞു നിങ്ങളുടെ സീനിയർ ആയിരുന്നു ഞാൻ. പിന്നീട് ഹാഷ്മി റീകളക്ട് എടുക്കുമായിരുന്നു.
അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പൊതുവെ ഈ ചർച്ചയിൽ ചെന്നിരിക്കുമ്പോഴേ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താ, അതായത് ചില ആളുകൾ എന്ന് പറഞ്ഞാൽ വളരെ നീളത്തിൽ സംസാരിക്കും. ടെലിവിഷനിൽ അതുപോലെ അപകടമില്ല, കാര്യം ആൾക്കാർ ഇത് മറിച്ച് നോക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ഈ ഇന്ത്യൻ എക്സ്പ്രസിന്റെ ലാംഗ്വേജ് ഉപയോഗിക്കുന്നത് നല്ലത്. 2-3 വാക്ക് ചുരുക്കി കുറുക്കി പറയാനുള്ളത് മുഖത്ത് നോക്കി പറയാ. അല്ല, എനിക്ക് ആദ്യം അപ്രോച്ച് ചെയ്താ ആണോ സ്ട്രൈറ്റ് അടി ഇപ്പം കാരണം പഠിപ്പിച്ച രാജേണ്ണ ആദ്യമേ ഞാൻ ഈ ഉപന്യാസമൊക്കെ ഇറങ്ങി പോകരുത്. പക്ഷെ രാജേണ്ണ വന്ന് ചർച്ച വരുമ്പോണ്ട് നിങ്ങളെന്തോ മണ്ടനാണോ മണ്ടന്മാരാക്കോ, നമ്മുടെ ഉപന്യാസമല്ല വേണ്ടത്, ഈ സാധനമാണ് വേണ്ടത്. ഞങ്ങൾ സ്ഥിരം വരുന്ന ആൾക്കാര്, അതുകൊണ്ട് ഈ ചോദ്യം പിന്നെ എനിക്ക് മനസ്സിലായി ആവശ്യം ഇവിടെ ഈ സാധനമാണെന്നുള്ളത്. ഇപ്പൊ ഞാൻ അതിനൊക്കെ വലുത്. മാത്രമല്ല നമുക്ക് ഈ ഒരേ സമയത്ത് ചർച്ചയിൽ പരിചയം വേണം, വാളും വേണം. രാജീവ് പി നായരോടൊക്കെ നമ്മൾ വാള് വെച്ച് ആദ്യം വെട്ടു അതോ പരിചയം വെച്ച് തരുള്ളൂ? അല്ല, ആദ്യം നമ്മൾ നോക്കും ഏതാ ലൈനും നോക്കും. ലൈനും നോക്കിയിട്ട് ഏതാണ് മരുന്നുള്ളത് മറുമരുന്ന് മുന്നേ നമ്മൾ എഴുതും. ആദ്യം നോക്കും. ഇതൊക്കെ എന്ന് വെച്ചാൽ വൈറൽ ഫീവർ പിടിച്ചാൽ പോലും വാളുമായിട്ടാ വരുന്നത്. അതെ അതെ അതെ. ഓക്കെ വസന്ത്, അപ്പൊ വസന്ത് എനിക്ക് വന്ന സമീപകാലത്തായിട്ട് ഒരുപാട് ചർച്ചകളിൽ പങ്കെടുക്കുന്നുണ്ട് അല്ലേ? നമ്മുടെ സീസൺ ആണെന്ന് തോന്നുന്നു. നമ്മുടെ സീസൺ ആയി അല്ലേ? ആദ്യം കൈരളിയിലായിരുന്നു, അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇടപെട്ട് സംസാരിക്കുന്ന ആളാണ്. കൈരളിയിൽ തുടങ്ങിയോണ്ട് അവിടെ ഇടപെട്ടില്ലെങ്കിൽ നമുക്ക് അവസരം കിട്ടത്തില്ല. അവസാനം ചർച്ച കഴിയുമ്പോൾ കൈരളി അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പുറത്ത് വന്നപ്പോഴത്തേക്ക് കുറച്ചും കൂടെ നമ്മള് സംയമനമൊക്കെ പാലിച്ചു. കുഴപ്പമില്ല. അല്ല, ഈ ആക്രമിച്ചാൽ കയറും എങ്ങനെയാ പരിപാടി? ആക്രമിച്ച പിടിച്ചു നിൽക്കാൻ പറ്റുന്നുള്ളൂ സാർ. ഒരു യുദ്ധഭൂമിയാണല്ലോ ഇത്. നമ്മൾ മാത്രമല്ല ആകെ 1 മണിക്കൂറിനകത്ത് വേണം നമ്മുടെ മുഴുവൻ പ്രതിഭയും പുറത്തെടുക്കാൻ. അതെ, കഴിഞ്ഞില്ലേ പോയി ആ 1 മണിക്കൂറിൽ. മാത്രമല്ല ഇതിനിടയിൽ ഈയിടയ്ക്ക് ഒരു ചർച്ചയിൽ പോയി വന്നൊരു മനുഷ്യനോട് ഒരു പൊതുജനത്തിന്റെ എക്സ്പ്രഷൻ ഞാൻ കണ്ടു. എന്തിനാടേ നീയൊക്കെ അങ്ങോട്ട് പോകുന്നതെന്നുള്ളതായില്ലേ ഒരു എന്നുവെച്ചാൽ ഇയാള് ഇപ്പൊ എന്നെ കുറിച്ച് പണ്ട് പറയുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് സംസാരിച്ചു, ഞാൻ സുനിൽകുമാറിന്റെ അടുത്തോട്ട് പോകും. അപ്പൊ അങ്ങ് സംസാരിച്ചു ഞാനങ്ങ് പോയി. പിന്നെ അങ്ങേക്ക് പിന്നെ എവിടെ ആരോടെ സംസാരിക്കാൻ പറ്റുക? അതാ പോയത് ഇങ്ങനെ നിൽക്കുന്ന അവതാരകരുണ്ട്. ഞാൻ ഇപ്പൊ അത് പഠിച്ചു. ഞാനിപ്പോ എന്നോട് എൻ്റെ ഒരു ഗുരുനാഥൻ തന്നെ പറഞ്ഞു, നീ കാണിക്കുന്നത് ശരിയല്ല. ഒരാൾ സംസാരിച്ചുകൊണ്ടെങ്കിൽ അവിടെ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞു. നമ്മുടെ പാർട്ടിക്കാരങ്ങനെ വിളിച്ച് സംസാരിക്കാറുണ്ട്, ഇന്ന പോയിന്റ് പറയാമായിരുന്നില്ലേ? അല്ലെങ്കിൽ ഇത് സാധനം വാട്സപ്പ് വഴി വരുമോ? വാട്സപ്പിൽ വരുന്നത് കുറവാണ്, കാര്യം ഞാൻ കൂടുതലും സൂമിൽ ഇരിക്കുന്ന ഒരാളാണ്. അപ്പൊ സെയിം ഫോണാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഗൂഗിള് ഭയങ്കര ഗൂഗിളാണ് ഗോപാലകൃഷ്ണന്റെ സഹായം, എനിക്ക് മനസ്സിലായിട്ടുണ്ടത്. ഞാനും ഇടയ്ക്ക് ChatGPT ഒക്കെ നോക്കാറുണ്ട്, നമ്മുടെ പോയിന്റ്സ് അല്ല ഈ ഡേറ്റാസ് നോക്കാൻ വേണ്ടി. വസന്തിന് കടുത്ത അനുഭവം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ചർച്ച പോയിട്ട്? നമുക്കൊന്നും പറയാൻ പറ്റില്ല, എതിരാളി തകർത്ത് തരിപ്പണം നോക്കി നമ്മള്. അല്ല, എനിക്ക് അങ്ങനത്തെ അനുഭവം ഇല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ബേസ് അപ്പൊ എന്താ ദുർബലന്മാരായ ശത്രുക്കളുടെ പോയിട്ടുള്ളൂ ചർച്ചയ്ക്ക്? അല്ല, ഒരിക്കലും അല്ലല്ലോ. ഗോപാലേട്ടൻ പുലികള് റേച്ചേട്ടന് ഞാനൊക്കെ സ്ഥിരം ഒരു പാവാന്നുള്ള ഈ വാചകം അദ്ദേഹം പേഴ്സണലി പാവാണെന്നാണ് പേഴ്സണലി അല്ല, ചർച്ചയിൽ അത്ര പാവൊന്നുമില്ല. ചർച്ചയിൽ അദ്ദേഹം നല്ല 1ാം ക്ലാസ് എന്താ പറയുന്നത് പേഴ്സണലി എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ ഹ്യൂമൻ ബീങ് എന്നുള്ള നിലയിൽ പറഞ്ഞത്. അതെ, ആ രീതി തന്നെയാണ് ഞാൻ പറഞ്ഞത്. ആ രീതി കേരളവർമ്മയുടെ പ്രോഡക്റ്റ് ആയിരുന്നു, ഞാൻ അവിടെ മാഷായിരുന്നു. സാറിന്റെ ദുല്ലൊക്കെ അവിടെ പ്രോഡക്റ്റാ. അതെ അതെ. ഞാൻ ഒരു ദിവസം പറഞ്ഞില്ലേ ദുല്ലേ, നമ്മുടെ രാധാകൃഷ്ണനെയും സുനിൽകുമാറിനെ തോളിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഈ നാടിന്റെ ഈ കോളേജിന്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞു 2 മന്ത്രിമാരെ നടുവി ഞാൻ. ഒരാൾ സ്പീക്കർ അല്ലേ, ഒരാൾ സ്പീക്കർ, ഒരാൾ മന്ത്രി. പറഞ്ഞോളൂ. അടുത്തറിയുമ്പോ നമ്മൾ എല്ലാവരും കൂടുതൽ സുഹൃത്തുക്കളാണ്. അതിൽ വസീഫും ഞാനും എനിക്കൊന്ന് തമ്മിലിന്റെ ഫ്ലോറിൽ വരുമ്പോഴാണ് ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത്. സ്ത്രീകളോട് ഏറ്റുമുട്ടി വല്ല എപ്പോഴും ഇതുണ്ടായിട്ടുണ്ടോ? സ്ത്രീകൾ അസിതയുമായി നിരന്തരം ആങ്കർ ആണെങ്കിലും അസിതയുമായി നിരന്തരം വഴക്കുണ്ടാക്കാറുണ്ട്. അസിത ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കൈരളിയിലായിരുന്ന സമയത്ത് തന്നെ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്, ചർച്ച കഴിഞ്ഞ് സംസാരിക്കാറുണ്ട്. പക്ഷെ ചർച്ചയുടെ ഫ്ലോറിൽ വരുമ്പോൾ ഞങ്ങൾ നല്ലപോലെ ഏറ്റുമുട്ടുന്നു. ഈ എപ്പോഴെങ്കിലും ഈ നമ്മുടെ ഈ അദ്ദേഹം പറഞ്ഞല്ലേ ഈ ഹാഷ്മിയുടെ വീക്കെൻഡ്സ് കണ്ടുപിടിച്ചല്ലേ, കടക്കാടെന്ന് പറഞ്ഞ സ്ഥലം കണ്ടുപിടിച്ചില്ലേ, അതുപോലെ എന്തെങ്കിലും ഒരു വീക്ക്നെസ് നമ്മൾ കണ്ടുപിടിക്കും അവതാരകന്റെ? അല്ല, ഹാഷ്മിയുടെ കേസിൽ ഹാഷ്മി അല്ല ഉദ്ദേശിച്ചത്, ഏത് അവതാരകനായാലും നമ്മൾ പൊതുവിൽ ഇപ്പോ അല്ലെ ഹാഷ്മി എനിക്കിന്നൊരു ഇട്ട് പണിയാനുള്ള പരിപാടിയായിരുന്നു. ഓക്കെ, ഞങ്ങൾ ഡിഫൻസിലേക്ക് മാറാൻ തുടങ്ങിയിട്ട് 1 മാസമല്ലേ ആയിട്ടുള്ളൂ. കൂടുതലും പ്രതിപക്ഷത്തായിരുന്നു, ഞങ്ങൾക്ക് ഈസി. നിങ്ങൾക്ക് പക്ഷേ ഒരുപാട് നേരിടേണ്ടി വന്നിട്ടുള്ളതുകൊണ്ട് അതെ, ഞങ്ങൾ കളത്തിലേക്ക് ഇറങ്ങിയിട്ട് 1 മാസമായിട്ടുള്ള കളത്തിലേക്ക് സമയമായി. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഇനിയിപ്പം സർക്കാരൊക്കെ വന്നു, ഇനി വൈകാതെ കോട്ടയത്ത് ഇത്രയും കാലം നമ്മുടെ സുഹൃത്തുണ്ടായിരുന്നല്ലോ, ഇപ്പൊ വസീഫിന്റെ ഒക്കെ ഒരു അവസ്ഥയിലേക്ക്, മീൻസ് വസീഫിന്റെ ഒക്കെ ഒരു പൊസിഷനിങ്ങിലേക്ക് ഞങ്ങൾ മാറേണ്ടി വരും എന്നുള്ളതാണ്. അപ്പൊ ഞങ്ങൾ ഡിഫൻസിലാവും. എനിക്ക് ഇടയ്ക്ക് വിഷമമാണ്. ഞാൻ ഈ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ CPM ട്രോൾ പേജുകളൊക്കെ കാണും. ഞാൻ ഇതിൽ പോയി നോക്കുമ്പോൾ രാജേട്ടന്റെ മുഖം മാത്രമേ ഉള്ളൂ. രാജേട്ടനെ പോലുള്ള നിങ്ങളെ കൂടുതൽ പോപ്പുലർ ആക്കുക, എന്റെ കാണാതെ വരുമ്പോ എനിക്ക് വിഷമമാണ്. ഞാൻ ഇടയ്ക്ക് സ്വന്തമായിട്ട് ട്രോൾ ഇറക്കണം.
ഒരു പേജ് തുടങ്ങേണ്ടി വരും, മിക്കവാറും ഒരു പേജ് തുടങ്ങേണ്ടി വരും. സഹാബ് കാഞ്ഞിരപ്പള്ളി എന്നൊക്കെ പറഞ്ഞ ഒരെണ്ണം തുടങ്ങേണ്ടി വരും. അല്ല അത് കുഴപ്പമില്ലെന്നേ. കാര്യം എന്തറിയോ, നമ്മളിപ്പോ നമ്മളെ പ്രൊജക്ട് ചെയ്യാൻ നാട്ടിൽ റെഡി അല്ലേ, പിന്നെ നമ്മളിറങ്ങണം. അതെ അതെ, ഈ വണ്ടി തള്ളാൻ വേറെ ആരുടെ ആവശ്യം. ഇത് മാത്രമല്ല, തള്ളാൻ നമ്മൾ പഠിച്ചില്ലെങ്കിൽ ഈ നാട്ടിൽ നിൽക്കാൻ ഒക്കത്തില്ല. ഇത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, പാടാണ്. ഞാനിപ്പോ നമ്മുടെ ഒരു ചർച്ചയിൽ വന്നിട്ട് പോയ ഒരു നേതാവ്, പേര് പറയാൻ പറ്റത്തില്ല, നേതാവ് എൻ്റെ കൂടെ എന്നാ ഒരു 4-5 പേരെ എന്നെ പരിചയപ്പെടുത്തി. ഞാൻ ചോദിച്ചു ഇവരൊക്കെ ആരെന്ന് ചോദിച്ചു. ഇല്ല, എൻ്റെ PR നോക്കുന്നവരാണ്. ഒരു MLA ക്ക് സ്വന്തമായിട്ട് 5 PR. ഇല്ലേ, പഠിക്കേണ്ട കാര്യങ്ങളാ. കാര്യം എന്നറിയോ, ഇന്ന് അദ്ദേഹം എഴുന്നേറ്റത് അപ്രതീക്ഷിതമായ ഒരു ഭാഗ്യം ലഭിക്കുന്ന സാഹചര്യത്തിലായിരുന്നു. എന്നും എഴുതിയെല്ലാം പിടിപ്പിക്കുന്ന യവന്മാരാ. അങ്ങനെ അറിഞ്ഞു പോലും കാണുന്ന നേരെ കിടന്നുറങ്ങിയിരിക്കാത്ത നേരത്ത്. ഈ പബ്ലിക് സെന്റിമെന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് ഈ PR വലിയ പങ്കുണ്ടല്ലോ. അപ്പൊ അത് തെറ്റാണെന്നുള്ള അഭിപ്രായം ഒന്നും എനിക്കില്ല. പക്ഷെ അതിന്റെ അതിപ്രസരം പലപ്പോഴും ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. നമ്മുടെ ഈ യൂത്ത് കോൺഗ്രസ് ഒരു സുഹൃത്ത് ഞാൻ അടുത്തിരിക്കുകയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് കോള് വരുന്നു. PR കോട്ടയം. പേര് പറയാൻ ആളാണോ? ഇല്ല, പേര് പറയണ്ടല്ലോ. PR കോട്ടയം. അപ്പൊ ഞങ്ങള് ഈ നമ്മുടെ ഈ തിരുവനന്തപുരത്ത് നിന്ന് യാത്ര ചെയ്യാണ് ട്രെയിനിൽ. തിരിച്ചെത്തുന്നോടം വരെ 4 ജില്ലകളിൽ നിന്ന് PR-ന്റെ പേര് വന്ന് കോള് വന്നത് അദ്ദേഹത്തിന്. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മളെയും കൂടെ ഒക്കെ ഇടയ്ക്കൊന്ന് ബന്ധപ്പെടുത്തി ഈ PR സ്റ്റാൻഡിലേക്ക് നമ്മളെയും കൂടെ ഒന്ന് ബന്ധപ്പെടുത്തണമെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും ഇപ്പൊ അത് ഉപയോഗിക്കുന്നുണ്ട്. വേണം. മാത്രമല്ല ഇപ്പൊ എനിക്കൊന്നറിയോ, ഈ പണ്ട് പൊതുപ്രവർത്തകർ ദൂരെ നിന്ന് സംസാരിച്ചാൽ മതിയായിരുന്നു. ഇപ്പൊ കെട്ടിപ്പിടിയൊക്കെ വേണം. അതിനൊക്കെ ഇപ്പൊ PR വലിയ മാർക്കറ്റാന്ന് മനസ്സിലായി. അല്ല, കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങുന്നു. ചൂടിയുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ജേർണലിസ്റ്റ് എന്നുള്ള തിലകുറിയിലാണോ അതോ നിരീക്ഷകന്റെ വേഷത്തിലാണോ? ജേർണലിസ്റ്റ് എന്ന രീതിയിൽ തന്നെയാണ്. നിരീക്ഷകനായിട്ട് ആരും നമ്മളെ സാക്ഷ്യപ്പെടുന്നില്ല. ഇല്ല, ഞാൻ നിരീക്ഷകൻ എന്ന് വേണ്ട എന്ന് പറയാറുണ്ട്. കാരണം നിരീക്ഷകന്മാരെല്ലാം പക്ക രാഷ്ട്രീയക്കാരാ. എനിക്കാണെങ്കിൽ ഒരു രാഷ്ട്രീയമില്ല. ഇപ്പൊ ഈ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ 3 രാഷ്ട്രീയമില്ലാതായി പോയി നിങ്ങൾ പറയുന്നേട്ട് അങ്ങനെ തോന്നത്തില്ലല്ലോ. അല്ല, ചിലപ്പോൾ പ്രേക്ഷകർക്ക് അങ്ങനെ തോന്നുന്നുണ്ടാവും. അത് പക്ഷെ വിഷയാധിഷ്ഠിതമാണ്. ഇപ്പോ 3 പേര് മുഖ്യമന്ത്രി ആരാകാൻ ഇവിടെ തുനിഞ്ഞിറങ്ങിയല്ലോ കോൺഗ്രസിന്റെ. അപ്പൊ ഒരാൾ നേരിട്ടും മറ്റു 2 പേര് വളരെ പ്രമുഖരായിട്ടുള്ള നേതാക്കൾ വഴിയും. രാജുവും ദീപ്തി അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ അവരല്ല, പക്ഷേ അവരെ പോലെ അല്ലെങ്കിൽ അവരെക്കാൾ സീനിയർ ആയിട്ടുള്ള ആൾക്കാരാണ് നേരിട്ട് ഫോൺ വിളിച്ച് ഒരു മടിയില്ലാതെ പറയുന്നത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഇന്ന ആൾക്ക് വേണ്ടി പറയണം. ഇതിന്റെ ഒരാൾ നേരിട്ടാണ് വിളിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യില്ല. ഇവിടെ രഹസ്യം ഞാൻ പറയാണെന്ന് വെച്ചുകൂടി. സുനിൽകുമാർ എന്നോടൊരു നേതാവ് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളിപ്പോ മന്ത്രിമാരുടെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നല്ലോ, എന്റെ പേരോടൊന്ന് കൊടുത്തൂടെ? അല്ല, അത് രഹസ്യമാണെങ്കിൽ നിങ്ങൾ ആളെ പേര് പറയണം. അല്ല, ഞാൻ ആർജവം കാണിക്കണം. അദ്ദേഹം മന്ത്രിയായിട്ടില്ല. അത് മാത്രമല്ല പറയണം. അപ്പോ ഞാൻ പറഞ്ഞു നിങ്ങളുടെ പേര് ഇവിടെ ഇട്ടുകൊണ്ട് എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അല്ല, ചിലപ്പോ അത് ഗുണം ചെയ്യും എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് കാണേണ്ട ആള് TV കാണുന്ന ആളല്ല. ഓക്കെ, പറഞ്ഞോളൂ. അല്ല, അപ്പോ ഞാൻ എപ്പോഴും ഒരു അതായത് പ്രേക്ഷകരുടെ പക്ഷത്ത് നിന്ന് സംസാരിക്കേണ്ട ഒരാള്. അതായത് ഇപ്പൊ ആങ്കർ ഉണ്ട് എഡിറ്റോറിയലൈസ് ചെയ്യാൻ. പലപ്പോഴും പക്ഷെ ആങ്കർമാർക്ക് അത് കഴിയില്ല. കാരണം ഈ എല്ലാവരെയും ബാലൻസ് ചെയ്യണമല്ലോ. ഞാൻ എപ്പോഴും ശ്രമിക്കാറുള്ളൂ. ചിലപ്പോ പാനൽ ബാലൻസ്ഡ് അല്ലായിരിക്കും. അപ്പൊ ഞാൻ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതായത് ഈ ആങ്കർമാർ ഉദാഹരണം പറഞ്ഞപ്പോ BJP ഒരു പാർട്ടിയുടെ ആള് അവിടെ കുറവുണ്ട്, നമ്മൾ BJP-യുടെ ആംഗിളിൽ സംസാരിക്കും. ഞാൻ ഡെവിൾസ് അഡ്വക്കേറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. അത് വല്ലാത്ത അവസ്ഥയാണല്ലോ. അപ്പൊ നിങ്ങളെ ഇത് നിങ്ങൾക്ക് വലിയ ബുക്കിംഗ് കിട്ടും. ഇപ്പം ദീപ്തി അങ്ങനെ ആളെ കോൺഗ്രസ്സുകാരെ കിട്ടിയില്ലെങ്കിൽ അപ്പൊ നിങ്ങളെ വിളിക്കുവാള്. ഞാൻ ഒരു കാര്യം ശ്രദ്ധിക്കാറുണ്ട്. ഏതെങ്കിലും ഒരു പക്ഷത്തിന്റെ ആളായിട്ട് മാറരുത്. അതായത് ഞാൻ പങ്കെടുക്കുന്ന ചർച്ചകളെക്കാൾ കൂടുതൽ പങ്കെടുക്കാത്ത ചർച്ചകളാണ് എന്നെ വിളിക്കുന്ന ചർച്ചകൾ. ഞാൻ ആദ്യം തന്നെ ചോദിക്കും ആരൊക്കെയാണ് വരുന്നത്, ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കും, ആരൊക്കെയാണെന്ന് ചോദിക്കും. നമുക്ക് കാലുവാരി തരടാൻ പറ്റുന്ന ആളാണ്. അല്ല, അങ്ങനെയല്ല. ഈ ഏതെങ്കിലും ഒരു പക്ഷത്തിന്റെ ആളായിട്ടാണോ എന്നെ വിളിച്ച് ഒരു അതാണ്. അപ്പൊ ഞാൻ ഒരു പക്ഷത്തിന്റെ ആളല്ല എന്ന എനിക്ക് അങ്ങനെ ഒരു ഉത്തമ ബോധ്യമുണ്ട്. അതിപ്പോ ഇനിയിപ്പോ UDF-ന്റെ സർക്കാരാണല്ലോ, ഇനി ചിലർക്ക് തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അത് മാറിക്കോളും. അല്ല, ഇനിയിപ്പോ ഈ രംഗത്ത് എന്തെങ്കിലും കടുത്ത ദുരനുഭവം? എനിക്ക് ഏറ്റവും വലിയ ദുരനുഭവം ഉണ്ടായത് ഈ ഇലക്ഷന് തൊട്ട് മുൻപ് 2020-യുടെ ആൾക്കാർ വന്നിട്ട് മൂവാറ്റുപുഴയിൽ സ്ഥാനാർത്ഥിയാകാൻ പറ്റുമോ എന്ന് ചോദിച്ചോ. അപ്പൊ അത് മാത്രമല്ല, ഞാൻ ഡൽഹിയിലായിരുന്നപ്പോ അവിടുന്നും വന്നിട്ട് ഇവര് BJP ഒരു സ്ഥാനാർത്ഥിക്ക് 10 കോടിയൊക്കെയാണ് അവര് ബജറ്റ് ഉള്ളതെന്നൊക്കെ പറഞ്ഞു. വളരെ മോശം രീതിയിൽ ഇത് പണം കിട്ടുന്ന ഒരു കാര്യമാണെന്നുള്ള രീതിയിൽ അവര് സംസാരിച്ചു. അപ്പോ എനിക്ക് അറിയാൻ ചോദിക്കാം, നിങ്ങളെ ഒരു നല്ല നിലയിൽ എത്തിക്കണമെന്ന് അവർക്ക് തോന്നുന്ന കാര്യം എന്താ? ഈ നാട്ടിൽ അത്ര ദോഷം തെളിയിക്കുന്നു. അല്ല, എനിക്ക് കുറച്ച് വോട്ട് കിട്ടുമെന്നൊക്കെ ഈ ചാനലിൽ കൂടെ ഈ കിട്ടുന്ന വിസിബിലിറ്റി അതുകൊണ്ടായിരിക്കാം. ജനുവരിയില് നവംബറില് അവസാനം എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അപ്പൊ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ ദിവസം ഹാഷ്മിയുടെ ചർച്ച 7 മണിക്ക് ഉണ്ടായിരുന്നു. എന്നെ ഇവിടുത്തെ അജാഷ് ഷാനവാസ് വിളിച്ചു. പുള്ളി എന്നെ വിളിച്ചു, 5:15 വിളിച്ചു. ചേട്ടാ, അത് പറയാനേ വരുന്നത്. പുള്ളി തന്നെ. ഞാനപ്പോ അവിടെ എന്റെ വൈഫുണ്ട്, ചുറ്റും മീഡിയക്കാരുണ്ട്. അവിടെ ആകെ ടെൻഷൻ. ഇപ്പൊ അറസ്റ്റ് ചെയ്യണോ രേഖപ്പെടുത്തണോ? 5:15 വിളിച്ചു. ചേട്ടാ എന്ത് പറ്റി? അറസ്റ്റിലായി. ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാന്ന് പറഞ്ഞു. ഒരു 6:45 വീണ്ടും വിളിച്ചു.
ചേട്ടാ ചർച്ചയ്ക്ക് പങ്കെടുക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ. ഒരു 7 മണിയായപ്പോൾ എന്നെ വിളിച്ചു, ചേട്ടൻ മൊബൈലൊക്കെ എടുക്കാൻ പറ്റുന്നു. ഞാൻ പറഞ്ഞു അകത്തൊരു മുറി ഇരുത്തിയിരിക്കുകയാണ്, പോലീസുകാരെല്ലാം വെളിയിലാണ്. അപ്പോൾ അജാസ് എന്നോട് ചോദിക്കുകയാണ്, ചേട്ടൻ ആ മൊബൈൽ ഇങ്ങനെ സൈഡിൽ വെച്ചൊരു 10 മിനിറ്റ്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ചാനൽ ചർച്ച നിലനിർത്തുന്നത് ഇവിടുത്തെ ഇപ്പൊ സുരേഷ് ആണെങ്കിലും അജാസ് ആണെങ്കിലും ഈ കോർഡിനേറ്റേഴ്സ് ആണ്. അജാസിന്റെ ഒരു രഹസ്യം ഞാൻ പറയാം. റെഡി ലൂക്കോസ് ഇതിന് പേരിട്ട് ഈ അജാസാണ്. നിങ്ങൾ അറിഞ്ഞു കേട്ടോ? അവനെ കാണുമ്പോൾ പിടിച്ചിരുത്തി ചോദിച്ചു. ആത്മാർത്ഥത കൊണ്ട് സാർ അജാസിന്റെ ആത്മാർത്ഥതയ്ക്ക് സാലറി കൂട്ടി കൊടുക്കണം. തീർച്ചയായും. അല്ല ഇപ്പൊ തന്നെ രാജി ചോദിക്കാണ്. കാര്യം അടുത്ത ചാനലിൽ വിളിച്ചു കാണും എനിക്ക്. സാറേ അജാസിനെ കുറിച്ച് ഒരു വാക്ക് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മളൊക്കെ ഞാനൊക്കെ പങ്കെടുക്കാത്ത ചാനലിൽ, ഞാൻ ഇന്ത്യ വിഷൻ വിളിച്ചുള്ള എല്ലാ ചാനലും ചർച്ചയ്ക്ക് പങ്കെടുത്തു. ഇത്രയ്ക്ക് ബെസ്റ്റ് ഒരു കോർഡിനേറ്റർ ഇപ്പൊ ഈ കഴിഞ്ഞ 4 ദിവസം മുമ്പ് എന്നെ ആദ്യം വിളിച്ചു. എന്നോട് എനിക്ക് തോന്നുന്നു 10 തവണ എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ അവനോട് പറയുന്നത് അറിയോ, നിനക്ക് കോർഡിനേഷൻ ഒഴിച്ചെല്ലാം അറിയാതാ. സ്ഥിരം ഡയലോഗ് ഉണ്ട്, ചേട്ടാ ലേറ്റ് ആവല്ലേ, ആദ്യത്തെ ചോദ്യം ചേട്ടനോട്. അങ്ങനെയാ പറയുന്നത്. ഈ ചർച്ചയിലെല്ലാം ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു കാര്യം അജാസിന്റെ പ്രശ്നം അറിയോ, ഈ ചില ആൾക്കാരെ ഇതുപോലെ വേദി കൊണ്ടിരുത്തിയിട്ട് നമ്മൾ രഹസ്യമായിട്ട് അഡ്വൈസ് ചെയ്യും, നോവിക്കരുതേ പിന്നെ വിളിച്ചാൽ വരത്തില്ല. സാറേ ഒരു വലിയ തെറ്റിദ്ധാരണ സാറൊന്ന് തിരുത്തണം. പൊതുസമൂഹത്തിനടുത്ത് ചാനൽ ചർച്ചയിൽ വരുന്നവർക്ക് ഭീമമായ എമൗണ്ട് റെമ്യൂണറേഷൻ ഉണ്ടെന്നുള്ളൊരു പൊതു സംസാരമുണ്ട്. എന്റെ വീട്ടിൽ ഒരു കാലത്ത് ഏഷ്യാനെറ്റിന്റെ ആദ്യഘട്ടത്തിൽ ചർച്ചയിൽ പങ്കെടുക്കാൻ വരുന്നവർക്ക് പൈസ കൊടുത്തിരുന്നു. ആദ്യം കൊടുത്തിരുന്നു. ഞാനിവിടെ ഉണ്ടായിരുന്നു. അത് നിങ്ങൾ പുനഃസ്ഥാപിക്കണം. അല്ലെ നിങ്ങൾ പൈസ കൊടുക്കുന്നില്ല. വസീഫ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. നാഷണൽ ചാനൽസിലൊക്കെ ഒരുപാടല്ല, പക്ഷെ സ്റ്റാൻഡേർഡ് ഓണററി ഉണ്ട്. നമ്മുടെ ചാനൽസും ഒരു സ്റ്റാൻഡേർഡ് ഓണററി. അല്ലെ രാഹുലെ, ഞാൻ പറയുന്നത് ഏതെങ്കിലും ചാനലിൽ പൈസ കൊടുക്കുന്നത് നമ്മളതിനെതിരല്ല. അങ്ങനല്ല, നിങ്ങൾ മാതൃക കാണിക്കണം. ചാനലുകൾക്ക് മാതൃക കളിക്കുന്ന ആളുകളാണ് നിങ്ങൾ. മാതൃക കാണിക്കണം. ഇന്നത്തെ പരിപാടി ചാനലുകൾ ധാരാളം പൈസ കൊടുക്കുന്നതാണ്. അപ്പൊ ഞാൻ ഇപ്പൊ നേരത്തെ ധാരാളം ചർച്ചകളിൽ രാവിലെ അല്ല വൈകിട്ടും മിക്കവാറും 4-5 ചാനലിലൊക്കെ ചർച്ചയിൽ പങ്കെടുത്ത കാലം ഉണ്ടായിരുന്നു. അപ്പൊ ആളുകളുടെ ധാരണ എനിക്ക് ഇതിലത്തെ ജോലിയുള്ള ആളാന്നാണ്. അപ്പൊ ട്രെയിനിൽ പോകുമ്പോ എന്നോട് ചോദിക്കാം, അപ്പൊ സാറിന്ന് ലീവാണോ ചോദിക്കാം. അതുപോലെ അപ്പൊ ആളുകളുടെ പല ആളുടെയും ധാരണ ഈ നമ്മളൊരു 5 ചാനലിലൊക്കെ പങ്കെടുത്തു കഴിഞ്ഞാല് ഒരു വലിയ തുക നമുക്ക്. പക്ഷെ ഒരു കാര്യം, ഏഷ്യാനെറ്റ് ആദ്യം പൈസ ദൂരദർശൻ അല്ലല്ല, ഞാന് മാഷ് എനിക്ക് ആദ്യം ചർച്ചയിൽ പങ്കെടുത്ത് പൈസ ആദ്യം ചർച്ചയിൽ പങ്കെടുത്ത 1986 മാഷ് അവിടുന്ന് ആകാശവാണിയിൽ പോയല്ലോ. ആ സമയത്ത് ഇവിടെ ദൂരദർശൻ വരാത്തതിന് മുമ്പ് ആദ്യത്തെ ചർച്ച അന്ന് റേഡിയോയിലാണ്. മണ്ണിന്റെ മക്കൾ വാദം എന്ന് പറയുന്ന ഒരു വിഷയത്തില് എന്നെ ചർച്ചയ്ക്ക് വിളിച്ചു. മാഷാണ് വിളിച്ചത്. മാഷ്ക്ക് ഓർമ്മയുണ്ടാവില്ല, ടി പി സുധാരൻ മാഷ് വഴി വിളിച്ചാണ്. അന്ന് ഇപ്പോഴത്തെ നമ്മുടെ സ്റ്റേറ്റ് ലൈബ്രറിയൻ ശോഭന അന്ന് ചർച്ചയിൽ എന്റെ കൂടെയുള്ള പാനലിസ്റ്റാണ്. അന്ന് എനിക്ക് പിന്നെ ആകാശവാണി തന്നത് 50 രൂപയാണ്. 41 രൂപയായിരിക്കും. 50 രൂപ. 41 ചാർജ്. അല്ലല്ല, 50 രൂപ. അത് കഴിഞ്ഞിട്ട് ദൂരദർശൻ ഇപ്പൊ അറിയാൻ വേണ്ടി പറയണത്, ഈ ദൂരദർശനില് ഈ പാനൽ ഡിസ്കഷൻ ആരംഭിക്കുമ്പോ നമ്മളിപ്പോ വന്നിരുന്ന് ആരംഭിച്ചല്ലോ. ഇപ്പൊ നമുക്ക് എങ്ങനെ പാനൽ ഡിസ്കഷൻ എങ്ങനെയാന്നൊക്കെ നമുക്കറിയാം. പക്ഷെ അന്ന് ആർക്കും പാനൽ ഡിസ്കഷൻ എങ്ങനെയാണെന്നും ചാനൽ ഡിസ്കഷൻ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പൊ അന്ന് ദൂരദർശനിൽ നമ്മളെല്ലാവരും വിളിച്ച് രാവിലെ വരാൻ പറയും 10 മണിക്ക്. വന്നു കഴിഞ്ഞാൽ പാനലിസ്റ്റിനെ എല്ലാം വിളിച്ചിരുത്തി ഒരു റൗണ്ട് ടേബിളിനകത്ത് ഇരുത്തിയിട്ട് ഈ അവിടെയുള്ള ഒരു ഉദ്യോഗസ്ഥ വന്നിട്ട് നമ്മുടെ ട്രെയിനിങ് നടത്തും. എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, ആദ്യം ആര് സംസാരിക്കണം, രണ്ടാമത് ആര് സംസാരിക്കണം, സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി പറയാമോ, ഇങ്ങനെ ട്രെയിനിങ് നടത്തിയ ഒരു ഊണൊക്കെ തന്ന ഉച്ചയ്ക്ക് ശേഷമാണ് റെക്കോർഡിംഗ് നടത്തിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പൊ ഡാൻസിന്റെ റിഹേഴ്സൽ ആയിരുന്നു. അന്ന് റിഹേഴ്സൽ ഉണ്ടായിരുന്നു. അല്ല, ഡാൻസിന്റെ റിഹേഴ്സൽ കൊടുക്കുന്ന പോലെ തന്നെയായിരുന്നു. അന്ന് റിഹേഴ്സൽ ഉണ്ടായിരുന്നു. റിഹേഴ്സൽ നടത്തിയിട്ടാണ് ചർച്ച നടത്തി. ഞാൻ ആ ചർച്ചയിൽ പങ്കെടുത്തുള്ള ആളാണ്. നിങ്ങളുടെ മാഷിന്റെ നമ്മൾ തമ്മിൽ ഇതിലിരിക്കുന്നതിൽ ഏറ്റവും സീനിയർ ഞാനായിരിക്കും ചർച്ചയിൽ പങ്കെടുക്കുന്നതിൽ. നമ്മൾ തമ്മിലിന്റെ 6ാമത്തെ 7ാമത്തെ എപ്പിസോഡ് മാഷ്ക്ക് ഓർമ്മയുണ്ട് പറയും രക്തസാക്ഷികളെ സംബന്ധിച്ച് എപ്പിസോഡിൽ പിന്നെ നമ്മള് ദൂരദർശൻ അല്ല നിങ്ങളുടെ ഏഷ്യാനെറ്റിലെ തന്നെ ഒരു സുകുമാർ അഴീക്കോട് പങ്കെടുത്ത അതുപോലെ ആദ്യകാലത്ത് അന്നാണ് ഇതുപോലെ സ്റ്റെപ്പൊക്കെ പ്രത്യേകം കെട്ടിയുണ്ടാക്കി ഓപ്പൺ എയർ സ്റ്റുഡിയോയിൽ വെച്ചിട്ടുള്ള വലിയൊരു ഷൂട്ടിംഗ് നടക്കുന്ന പോലെയാണ്. വലിയ പരിപാടിയായിട്ടാണ് അന്ന് ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നത്. ആ കാലത്ത് നിന്ന് മാറി നമ്മള് പിന്നെ ഇവിടെ ഇവര് ആങ്കർമാര് നമ്മളെ വിളിച്ചിട്ട് നമ്മൾ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും, സാർ ഇത് ഏഷ്യാനെറ്റിൽ നിന്നാണ്. ഞാൻ
സ്റ്റുഡിയോയിൽ കൊടുക്കുന്നുണ്ടെന്ന് പറയും. സ്റ്റുഡിയോയിൽ കൊടുക്കുമ്പോഴാണ് നമ്മൾ അറിയും വിഷയം എന്നാന്നുള്ളത്. അത്ര മര്യാദ പോലും കാണിക്കാതെ നമ്മൾ വിളിക്കും. നമ്മൾ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. പക്ഷെ ഇവിടെ ഈ ചർച്ചയിൽ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാല്, നമ്മളൊരു പത്രത്തിൽ കോളം എഴുതുന്നത് പോലത്തെ ഒരു കാര്യമാണ് ഒരു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചാനൽ ഡിസ്കഷനിൽ വന്ന് പങ്കെടുക്കുക. അതിനും പവർഫുൾ ആയിരിക്കും. അതിനേക്കാൾ പവർഫുൾ ആണ്. ഞാൻ ഒരു കാര്യം ചെയ്യാം സുല്ലേ, ഞാൻ എല്ലാവർക്കും വേണ്ടി ഈ ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ വരാതിരിക്കാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞേക്കാം. ഈ ചർച്ചയിൽ പങ്കെടുത്താൽ പൗഡർ വാങ്ങിക്കാനുള്ള പൈസ പോലും കൊടുക്കുക. ഈ ആൾക്കാരുടെ ധാരണ നമുക്ക് മാറ്റാൻ പറ്റില്ല. അത് പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് പൈസ തന്നാ മതി. അല്ല മാതൃക കാണിക്കണം. മാത്രമല്ല ഇത് ഒന്നാമത് ഈ ഡയറിയുടെ ഒക്കെ കാലമാണ്, കർത്തയുടെയും കർമ്മത്തിന്റെ. എന്നാൽ ഈ അജാസിന്റെ ഒക്കെ വാങ്ങിച്ചു പണം അല്ല സാറേ, ഈ അജാസിന്റെ ഒക്കെ പണി കുറെ കുറഞ്ഞു കിട്ടും. കാരണം ഈ അജാസ് രാവിലെ വിളിച്ച് ഉച്ചക്ക് സാറേ വരുമോ പറഞ്ഞിട്ട് ഇങ്ങനെ പിന്നാലെ കൂടുകയല്ലേ, അത് മാറി കിട്ടും. സാർ ഒന്ന് ഏതായാലും എല്ലാത്തിനും മാതൃക കാണിക്കുന്ന അധ്യാപകൻ കൂടിയാണല്ലോ സാർ. വേറൊരു കാര്യം കൂടെ എനിക്ക് നിങ്ങൾ ചാനലുകൾക്കാണ് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് എന്ന് പറയുന്ന ഒരു മണ്ടത്തരവും പുറത്താളിൽ പറയുന്നത്. അതല്ല കേട്ടോ. അല്ല നിങ്ങൾ ഇപ്പൊ തന്നെ പറഞ്ഞതിനാ ഇപ്പൊ തന്നെ നിങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാശുണ്ടാക്കി തരുന്ന സാധനമാണിത്, ഈ ചർച്ച എന്ന് പറയുന്നത്, റേറ്റിംഗും കാര്യങ്ങളും. അപ്പൊ അതിന്റെ ഒരു പങ്ക് എല്ലാവരും ഇക്കാര്യത്തിൽ ഒരുമിച്ചാണ്. അക്ഷര എന്നെ മാത്രല്ല, എനിക്ക് ഒരു കാര്യം ഇതിനെയൊന്നും വിളിച്ചിങ്ങനെ കൂട്ടാൻ പാടില്ല. ഒറ്റയ്ക്കാണ് മര്യാദക്കാരാ, കൂട്ടമായി സാർ ഇതിൽ പങ്കെടുക്കുന്ന ആൾക്കാരുടെ ഒരു ഇന്റലക്ച്വൽ കപ്പാസിറ്റി വിറ്റിട്ടാണല്ലോ ചാനൽ ജീവിക്കുന്നേ. ചാനലിൽ കയറി ബോക്സിനകത്ത് കയറുന്ന നേതാവായിട്ട് പറയാ. എനിക്കൊരു രസകരമായ അനുഭവം, പങ്ക് ശരിക്കും കൊടുക്കണം എന്നുള്ളതാണ് ഒരു നീതി എന്ന് പറയുന്നത്. അവിടെ ഒരു പ്രമേയം പാസ്സാക്ക ബ്ലോക്കില്. ചർച്ചക്കാർക്ക് ഒരു സംഘടന വേണം. കാര്യം ഈ ചർച്ചക്കാരും വളരെ അല്ല, എനിക്കൊരു അന്തി ചർച്ച അസോസിയേഷൻ ഉണ്ടാക്കണം. ചർച്ച അസോസിയേഷൻ സാറേ ഈ റെമുനറേഷന്റെ പേരില് ചിന്താചരമായ അഭിപ്രായം ഉണ്ടോ? ഒരു കാര്യം, ഈ റെമുനറേഷന്റെ പേര് എന്റെ ഭാര്യയും ഞാനും തമ്മിൽ വല്ലാത്തൊരു വിഷയം ഉണ്ടായി. പാറയിൽ എനിക്ക് അല്ലല്ല ആസ് യൂഷ്വൽ ഒന്നും അല്ല സാറേ. സാറിന്റെ അനുഭവം പറയാതെ എനിക്കറിയത്തില്ല. എന്റെ അനുഭവം അത് തന്നെയാ. അല്ലല്ല, സാറ് വളരെ സ്ട്രോങ് ആണ് ആ കാര്യത്തിൽ, എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. സാറേ പാറയിൽ എനിക്കൊരു ഷോപ്പ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്തെല്ലാം പരിപാടി ഉണ്ട്? നിങ്ങൾ ഇടയ്ക്ക് എനിക്ക് 4 ഷോപ്പ് ഉണ്ടായിരുന്നു. നിങ്ങൾ ചർച്ചയിൽ വന്നിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പൊതുപ്രവർത്തകർ 5 പൈസ കയ്യിലെടുക്കാനില്ല, പാവം മനുഷ്യൻ. സാറേ പാലായില് പാലാക്കാർക്ക് പ്രത്യേകത ഇടി വരാതിരിക്കാൻ വേണ്ടി അദ്ദേഹം അവിടെ അല്ല, ഇടി വരണമെങ്കിൽ ഓലശറിയുണ്ട്. അല്ല സാറേ പാലാക്കാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഞാൻ 10-15 വർഷം പാലായിൽ ബിസിനസ് കാണാം, ഷോപ്പൊക്കെ ആയിട്ട്. അപ്പൊ അതിന്റെ ഒരു ബാലൻസ് ഷീറ്റ് എങ്ങനെ പൂട്ടിയോ? അത് പൊളിവായിരുന്നു. ബേസിക്കലി ഞാൻ ബിസിനസ്മാൻ അല്ല, അതുകൊണ്ട് എനിക്ക് പറ്റിപ്പോയ ഒരുപാട് 3-4 ഷോറൂം ഉണ്ടായിരുന്നു. രാഷ്ട്രീയ ബിസിനസ് ആക്കരുത്. രാഷ്ട്രീയ ജീവിതത്തിൽ ഇന്നുവരെ ബിസിനസ് ആക്കിയിട്ടില്ല, അത് ഒരിക്കലും ഉണ്ടാകത്തില്ല. കാരണം ഞാനൊക്കെ ആദ്യഘട്ടത്തിൽ ചർച്ച വരാൻ കോട്ടയം നിന്ന് സ്വന്തം കയ്യിൽ നിന്ന് പൈസ മുടക്കി വണ്ടി ഓടിച്ച് എറണാകുളത്ത് വന്ന് ചേർന്ന്. നിങ്ങൾക്ക് വണ്ടി വേറെ കാശ് തരൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇതിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പാലക്കാർ എന്ത് പറഞ്ഞാലും ഓതന്റിക് ആയിട്ട് പറയത്തുള്ളൂ. ഇപ്പൊ ചന്ദ്രൻ ഇന്നില്ല എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ ഇല്ലാന്ന് തന്നെ അവർ തെളിവ് സഹിതം പറയും. ചന്ദ്രൻ അവിടെ ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. അപ്പൊ എന്റെ പാലയിലെ ഒരു അത്യാവശ്യം ഭേദപ്പെട്ട രീതിയിലുള്ള രാഷ്ട്രീയക്കാരനാ. ഏത് രാഷ്ട്രീയം ഞാൻ പറയുന്നില്ല, ഞാനോട്ട് വളരെ ക്ലോസാ. അന്ന് എനിക്ക് കോഴിക്കോട് ഷോറൂം ഉണ്ട്, ഞാൻ അങ്ങോട്ട് അവിടെ ആയിരുന്നു. ഇയാൾ എന്റെ കടയിൽ വന്നു വെച്ച് പറഞ്ഞു, എന്റെ വൈഫ് അവിടെ ഇരിക്കുന്നേ, ചേച്ചി രജിച്ചേട്ടൻ എന്ത് ചെയ്തു ചോദിച്ചു. പുള്ളി കോഴിക്കോട് പോയിരിക്കാന്ന് പറഞ്ഞു. പുള്ളി ഇപ്പൊ എന്തിനാ അതിനൊക്കെ പോണത്, ഇഷ്ടംപോലെ കാശല്ലേ. അപ്പൊ എവിടെ അപ്പൊ എന്റെ വൈഫ് കരുതുന്നത് ഈ ഷോപ്പിൽ നിന്നാണല്ലോ, ഒരു ബാങ്കർ ഷോപ്പായിരുന്നു. അല്ല പുള്ളിക്ക് ചർച്ചയെ കാശില്ലേ, പുള്ളിക്ക് 8,000 രൂപ വെച്ച് കിട്ടും. അഡ്വക്കേറ്റ് ജയശങ്കറിനൊക്കെ 10,000 രൂപ. അതായത് കാശ് കൊടുക്കുന്ന ഈ മനുഷ്യ എന്നുള്ള രീതിയിലാണ്. അപ്പൊ അവള് പറഞ്ഞു, ഒരു പൈസ പോലും ആ മനുഷ്യൻ വാങ്ങിക്കത്തില്ല, ഈ ചർച്ചയിൽ പോകുന്നവർക്ക് പൈസ ഇല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്റെ പൊന്ന് ചേച്ചി, അതൊക്കെ ഇവരുടെ അടവാ, അക്കൗണ്ടിലേക്ക് നോക്കാൻ പറഞ്ഞു. അപ്പൊ ഇവക്കൊരു കൺഫ്യൂഷനായി. ഇപ്പൊ ഞാൻ അറിയാതെ ഈ പുള്ളിക്ക് കാശ് കിട്ടും, ആ പരിപാടി ഒന്നുമില്ല. പക്ഷെ ഒരു ദിവസം വീട്ടിൽ വന്നപ്പോ വളരെ കാര്യമായിട്ട് ചോദിച്ചു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചു, സത്യം പറയുന്നു ചോദിച്ചു, ഈ ചാനലുകാർ കാശ് തരുന്നുള്ളത്? ഞാൻ പറഞ്ഞു ഇല്ല. ആര് പറഞ്ഞു? ഇന്ന ആള് പറഞ്ഞല്ലോ. അപ്പൊ ആ ആളെന്ന് പറഞ്ഞാൽ ഔദ്യോഗികമായിട്ട് പറയുന്ന ഒരു ധാരണയുണ്ട്. സ്വാഭാവികമായിട്ടും ചാനൽ മുതലാളി ഒന്നും അല്ല, ഒരു രാഷ്ട്രീയക്കാരനാ, രസികനാ.
പക്ഷെ എന്റെ വൈഫ് ഒരാഴ്ച ഇത് മനസ്സിൽ വെച്ചോണ്ടിരുന്നു പൈസ ഉണ്ടോ അവള് പിന്നെ അക്കൗണ്ട് നോക്കാൻ പോയില്ല. ഞാൻ പറഞ്ഞു ആ മനുഷ്യനല്ലേ നീ ഒന്നുകൂടി ചോദിക്കാൻ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് സാറേ നിങ്ങൾ ഒരു കാര്യം തീരുമാനം എടുക്കണം. ഞങ്ങൾ ആരും ₹1 ഒരു ഇതിന് കൊടുക്കുന്നില്ല. ഇവരുടെ സന്മനസ് കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ പൗഡർ വാങ്ങിക്കാനുള്ള കാര്യം കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് സാർ പറയണം. ലാസ്റ്റ് ചേച്ചി റെജാനോട് പറഞ്ഞു നിങ്ങളെ അവര് പറ്റിക്കുന്ന വേറെ ഉള്ളവർക്കൊക്കെ കിട്ടുന്നുണ്ട്. അത് കറക്റ്റ്. ഇവിടെ ഒരു അഭിപ്രായം സ്ട്രോങ് ആയിട്ട് എന്റെ അഭിപ്രായത്തില് മാതൃക കാട്ടി സ്ഥാപിക്കണം. അതെ, അത് 24 തന്നെ തുടങ്ങണമെന്നാണ്. 24 തുടങ്ങണം. ഇന്ന് മുതൽ അല്ല റേറ്റ് ഒക്കെ അവർ തീരുമാനിച്ചു. ആനന്ദ്, എല്ലാവരും ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഇവിടെ നിന്ന് ഒരു കാര്യം പ്രഖ്യാപിക്കുക. ചർച്ചയുടെ മാത്രമല്ല, ഒരു തുടക്കം നടന്നില്ലേ ₹1 വെച്ചായി ടോക്കൺ എമൗണ്ട്. കാരണം ഇതിൽ നിന്നായിരിക്കും പിടിച്ചു കയറണം. വിഷമില്ലല്ലോ. ഓക്കെ, റെഡിയായി. ബജറ്റിൽ വെക്കുന്ന പോലെ അല്ലേ? ഈ ഇത് കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പ്രയാസം എന്താന്ന് വെച്ചാൽ ഞങ്ങളെപ്പോലുള്ളവർക്കാ. ഇപ്പൊ ഈ പാർട്ടിയിൽ നിന്ന് ഇപ്പം ആള് കൂടി വരും. ഇപ്പൊ ഉള്ള ആളിൽ നിന്ന് ഇപ്പൊ 10 പേരാണെങ്കിൽ അതിന് 40-50 പേരാവും. മാത്രമല്ല, നമ്മൾ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ ആൾക്കാരെ ചർച്ചയ്ക്ക് പാർട്ടികൾക്ക് ഞാനൊരു 31 വർഷമായി ചർച്ചയ്ക്ക് വിളിക്കാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ ഈ നേതാവിന്റെ കനം കൂടുന്നതും നേതാവിന്റെ വലിപ്പം വർദ്ധിക്കുന്നതും നമുക്ക് അറിയാൻ പറ്റും. ഫോൺ ചെയ്ത് ഇങ്ങനെ സംസാരിക്കും. ആദ്യമൊക്കെ എപ്പോഴാ ഞാൻ വരാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്ന ആള് ഒരു 10 വർഷം കഴിഞ്ഞാൽ നേതാവൊക്കെ ചിലപ്പോൾ MLA ഒക്കെ ആയി കാണും. എവിടെ അത് ശബ്ദം കടുത്തു. അപ്പൊ നമ്മൾ പറയും ഫ്ലോറില് ഒരുപാട് ദൂരം ഉണ്ടോ? നമ്മള് കുറച്ച് ദൂരം ഉണ്ട്, വണ്ടി അയക്കാം. പണ്ടും വണ്ടി അയക്കും, പക്ഷെ പുള്ളി ഇത് എടുത്തു പറയും. കാര്യം വണ്ടി ഇല്ലെങ്കിൽ ഞാൻ വരത്തില്ല എന്നുള്ളത്. അപ്പൊ പിന്നെ മന്ത്രിയും കൂടെ ആയെങ്കിൽ കഴിഞ്ഞു. അപ്പോഴല്ലേ മറ്റൊരു ചർച്ചയ്ക്ക് വിളിച്ച് വാച്ചിലൊക്കെ നോക്കിയിട്ട് അങ്ങനെയുള്ള സംഭവം ഉണ്ട്. നമ്മൾ പിന്നെ ഈ അനുഭവങ്ങളും പറയണോ. ചർച്ചയ്ക്ക് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, ഇവിടെ ഡിസ്കസ് ചെയ്യാത്തൊരു കാര്യം ഞാൻ പറയാം. ഇതിൻ്റെ അകത്ത് യഥാർത്ഥത്തിൽ ഈ ഫൈറ്റ് ചെയ്യുന്നത്, പ്രശ്നം ഉണ്ടാക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലല്ല. ഈ ചാനൽസ് അജണ്ട സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഞങ്ങളെ പിന്നെ ചാനൽസ് അജണ്ട സെറ്റ് ചെയ്യും. ചാനൽ ഇന്ന് ഈ വിഷയത്തിൽ എന്താണ് തീരുമാനിക്കേണ്ടത് എന്നുള്ളത് ഈ അവതാരകനും അതുപോലെ തന്നെ ചാനലും തീരുമാനമെടുത്തിട്ടാണ് ഞങ്ങളെയൊക്കെ വിളിക്കുന്നത്. അപ്പൊ ഈ വിളിക്കുന്ന അതിൽ നിന്ന് വ്യതിചലിച്ചാൽ ഈ പ്രഷർ ഭയങ്കരമായിട്ട് ഈ അവതാരകർ ആ പ്രഷർ കൂടിയാണ് ഈ അവതാരകർ ഞങ്ങളിലേക്ക് ഈ ചർച്ചയ്ക്ക് പോകുന്നവരിലേക്ക് തരുന്നത്. അപ്പൊ അങ്ങനെ തരുമ്പോ സ്വാഭാവികമായിട്ട് അങ്ങോട്ട് സത്യത്തിന് ദീപ്തി അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ് പറഞ്ഞത്. നല്ല വിവരക്കേടാ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ചർച്ച ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ ഈ അന്തി ചർച്ചക്കാർക്ക് നമ്മോട് പറയാനുണ്ട്. ചിലതൊക്കെ രസകരമാണ്, ചിലതൊക്കെ നമ്മളെ ആഴത്തിൽ ചിന്തിപ്പിക്കുന്നതാണ്. ഇതിന്റെ അടുത്ത ഭാഗം നാളെ രാത്രി 8:15. ഗുഡ് ബൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.